അഭിഷേകത്തിൽ നിലനിൽക്കുക എന്നതായിരിക്കും ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻ ജനറൽ നമ്മുടെ സബ്ജക്റ്റ് അതാണ്, ദൈവിക അഭിഷേകത്തിൽ നിലനിൽക്കുക. പഴയ നിയമത്തിൽ പ്രധാനമായും 3 തരം അഭിഷേകങ്ങൾ ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ പ്രധാനമായും 3 തരം അഭിഷേകങ്ങൾ, അതിന് ഉപവിഭാഗങ്ങൾ ധാരാളമുണ്ട്. ഒന്നാമത്തേതിനെ രാജ അഭിഷേകം എന്ന് വിളിക്കും. ഇസ്രയേലിൽ അത് ആരംഭിച്ചത് സത്യത്തിൽ ദാവീദിന്റെ കാലത്താണ്. ശൗലിനെ ദൈവം രാജാവാക്കിയെങ്കിലും അവൻ പ്രയോജനപ്പെടാതെ പോയി. ദാവീദ് ദൈവസന്നിധിയിൽ തൻ്റെ രാജത്വത്തിന്റെ ക്വാളിറ്റി തെളിയിച്ചു. ശൗലിനെ കുറിച്ച് പറയുമ്പോൾ മറക്കരുത്, ശൗലിനെ ആളുകളുടെ ഇടയിൽ നിന്ന് കണ്ടുപിടിച്ച് അദ്ദേഹത്തെ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുകയായിരുന്നു. അദ്ദേഹം അഭിഷേകത്തിന് തയ്യാറല്ലായിരുന്നു. ആളുകളുടെ ഇടയിൽ, സാമാന്യങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ദൈവം അവനെ തെരഞ്ഞു പെറുക്കി കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തതാണ്. ഇപ്പൊ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുന്നു, തെരഞ്ഞു പെറുക്കി കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തതിൽ ചിലതിൻ്റെ മേൽ നിലനിൽക്കത്തില്ല. കാര്യം, ആ സ്ഥാനത്തിനുള്ള യോഗ്യത അവൻ തെളിയിക്കാതെ പോകും. ശൗലിനെ തെരഞ്ഞു പെറുക്കി കൊണ്ടുവന്ന സ്ഥാനത്തിന്റെ യോഗ്യത ശൗൽ തെളിയിക്കാതെ പോയതിനാൽ കർത്താവ് പറഞ്ഞു, ഞാൻ അവനെ രാജസന്നിധി സ്ഥാനത്ത് നിന്ന് തള്ളിയിരിക്കുന്നു, പകരം ഞാൻ ദാവീദിനെ തെരഞ്ഞെടുത്തു. ദൈവം തെരഞ്ഞു ചെല്ലുന്ന കൂട്ടത്തിൽ ശൗൽ ദൈവസന്നിധിയിൽ രാജത്വത്തിന് വിരോധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ദാവീദ് എന്നൊരു ബാലകൻ, തൻ്റെ അപ്പനും അമ്മയും സഹോദരന്മാരും ഉപേക്ഷിച്ചവനായ ഒരുത്തൻ. ഞാൻ ദാവീദിനെ കുറിച്ച് ഒരു പദം ഒന്ന് പറഞ്ഞോട്ടെ. ഇസ്രയേലിന്റെ പ്രമാണപ്രകാരം അതാത് ഗോത്രങ്ങളിൽ ദൈവത്തിന്റെ നിർണയത്തിന് ഒത്തവണ്ണം ജനിച്ച ജനനം മുതൽ ഇങ്ങോട്ട് പലതും അവന്റെ വലിപ്പത്തിനു വേണ്ടി കണക്ക് കൂട്ടും. ദാവീദിന്റെ ജനനത്തിൽ ഒരു ചെറിയ തകരാറുണ്ടായിരുന്നു. അത് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒന്ന് സൂചിപ്പിച്ചങ്ങ് പോവുക. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എൻ്റെ അപ്പൻ എന്നെ കൈവിട്ടു, എൻ്റെ അമ്മ എന്നെ കൈവിട്ടു. ദാവീദിനെ കുറിച്ച് അടുത്ത പടിയിലേക്ക് കയറാം. ദാവീദ് സത്യത്തിൽ തൻ്റെ അപ്പൻ്റെ ഭാര്യയിൽ നിന്ന് ജനിച്ചവനല്ല. ഇത് പറയുമ്പം ഭയങ്കര ഒരു അടിയായിരിക്കും പലർക്കും. ഇന്ന് എനിക്ക് വിശദീകരിക്കാൻ ഒക്കത്തില്ല, ഞാൻ ഇന്നത് തൊടുന്നില്ല. ഇത്രയും അങ്ങോട്ട് തൽക്കാലത്തേക്ക് ഇടുന്നിട്ട് ഡിഫിക്കൽട്ട് ടു സോൾവ്, അങ്ങോട്ട് ഗ്രഹിക്കാൻ പ്രയാസമാണ്. ബട്ട് ഇറ്റ് ഈസ് ദ ട്രൂത്ത്. അപ്പൻ്റെ ഭാര്യയുടെ മകനല്ല, അപ്പൻ്റെ ഭാര്യയുടെ ദാസിയിൽ നിന്ന് ജനിച്ചവനാ. ഒന്നുകൂടെ ആവർത്തിക്കാം, ദാവീദ് അപ്പൻ്റെ ഭാര്യയിൽ നിന്ന് ജനിച്ചവനല്ല എന്ന് പറഞ്ഞാൽ അമ്മയെന്ന് ലോകം ആ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനല്ല, പകരം അമ്മയുടെ ദാസിയിൽ നിന്ന് ജനിച്ചവനാ. ദാസിയിൽ നിന്ന് ജനിക്കുന്നതിന് അക്കാലത്ത് അനുവദനീയമാണെങ്കിലും ആ റോയാലിറ്റി കിട്ടത്തില്ല. ആ റോയാലിറ്റി ഇല്ലാത്തവനായിരുന്നു. കാലത്തിന്റെ പോക്കിലാണ് ഇത് കണ്ടുപിടിക്കപ്പെട്ടത്. ആ കണ്ടുപിടിച്ചതിനെ തുടർന്നാണ് സഹോദരന്മാർ പറഞ്ഞത്, ഞങ്ങൾക്ക് നിന്നെ വേണ്ട, നീ ഞങ്ങളുടെ അമ്മയിൽ നിന്നുള്ളവനല്ല. അതിനെ തുടർന്ന് അപ്പൻ പറഞ്ഞു, നിന്നെക്കുറിച്ച് കണ്ടുപിടിച്ചു, നിന്നെ വെച്ചോണ്ടിരിക്കാൻ ഒക്കത്തില്ല. അമ്മ പറഞ്ഞു, എനിക്ക് നിന്നെ വേണ്ട, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ സഹോദരന്മാർ എന്നെ ഉപേക്ഷിച്ചു, എനിക്ക് ആരുമില്ല. എങ്കിലും ആരുമില്ലാത്തവനായി ജനനത്തിനകത്ത് യാതൊരു തകരാറുമില്ല. അമ്മ മാറിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് അപ്പന്മാരെയാണ് വിഷയം. അപ്പൻ്റെ കണക്കിൽ ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയുമെങ്കിലും ലോകത്തിന് അംഗീകരിക്കാൻ കഴിയത്തില്ല. അമ്മ മാറിപ്പോയി. ഈ വിഷയത്തിൽ സകലരാലും കൈവിടപ്പെട്ട ഏതെങ്കിലും കരടി തിന്നുകൊണ്ട് പോട്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആട് തീറ്റുവാൻ വിട്ടു, സിംഹം കടിച്ചു കയറട്ടെ എന്ന് പറഞ്ഞ്. പക്ഷെ ആ സാഹചര്യത്തിൽ സിംഹത്തെയും കരടിയെയും വലിച്ചു കയറുവാൻ ദൈവം അവന് ബലം കൊടുത്തു. ഇതിനകത്തിരിക്കുന്ന അഭിഷക്തരായ പലരും, ഇതിനകത്ത് ദൈവം തെരഞ്ഞെടുത്ത പലരും ഇതുപോലുള്ള ദൈവശക്തി വഹിക്കുന്നവരാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. സിംഹത്തെയും കരടിയെയും വലിച്ചു കയറുവാൻ അനുമതി കൊടുത്തു. എന്നിട്ട് ശൗലിനെ തള്ളിയ സ്ഥാനത്ത് കർത്താവ് പറഞ്ഞു, ഇതേ സമയത്ത് ഞാൻ ഒരുത്തനെ കണ്ടിട്ടുണ്ട്, അവൻ ദാവീദാണ്, അവനെ അഭിഷേകം ചെയ്യുക. അങ്ങനെ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തു. രണ്ടാമത്തെ, അത് നിലനിർത്തണമെങ്കിൽ വില കൊടുക്കണം. ഞാൻ ആ ഭാഗമാണ് ഇന്നത്തെ പ്രധാനം. ആ അഭിഷേകം നിലനിർത്തണമെങ്കിൽ വില കൊടുക്കണം. അവിടെയാണ് കിട്ടാൻ തന്നെയല്ല, നിലനിർത്താനും. രണ്ടാമത്തെ അഭിഷേകത്തെ പ്രവാചക അഭിഷേകം എന്ന് വിളിക്കും. പ്രവാചകന്മാരായി ദൈവം പലരെയും അഭിഷേകം ചെയ്തിട്ടുണ്ട്. അതിന് തലമുറയായി കണ്ടിന്യൂറ്റി ഉള്ളതല്ല.
രാജാഭിഷേകത്തിന് തലമുറ തലമുറയായി ജീനിയോളജി അനുസരിച്ചാണ് രാജാഭിഷേകം പൊതുവെ പോകാറുള്ളത്. രാജാവിൻ്റെ മകൻ രാജാവായിരിക്കും. എന്നാൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചക അഭിഷേകത്തിൽ വ്യക്തിപരമായി ദൈവം തിരഞ്ഞെടുക്കുന്നതായിരിക്കും. ദൈവം ഒരുവനെ കൊള്ളാമെന്ന് കണ്ടു, അവനെ തിരഞ്ഞെടുത്തു, അവനെ അഭിഷേകം ചെയ്തു. അവനും ദൈവസന്നിധിയിൽ വില കൊടുത്ത് മാന്യതയോടെ നിന്നാൽ അവൻ്റെ ആയുസ് മുഴുവൻ ദൈവം അവനെ അനുഗ്രഹിക്കും. പക്ഷെ ഇവന്റെ മകൻ അടുത്ത പ്രവാചകനാകണമെന്നില്ല, ആകാൻ സാധ്യത കുറവാ. ദൈവം വീണ്ടും തിരഞ്ഞെടുക്കും. വേറൊരു ഭാഷയിൽ പ്രവചനത്തിന്റെ ആത്മാവിനെ, പ്രവചനത്തിന്റെ അഭിഷേകത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ മേൽ പകരുന്നതാണ്. അതിനകത്തൊരു ലീനിയോളജി ഇല്ല, ബ്ലഡ് ലൈനിൽ വരുന്നതല്ല പ്രവചനത്തിന്റെ അഭിഷേകം. പകരം അവരവരും ദൈവവും തമ്മിൽ പ്രാപിക്കുന്നതാണ്. ഇന്ന് പകൽ ദൈവത്തിങ്കിൽ നിന്ന് ഡയറക്റ്റ്ലി പ്രാപിച്ചവർക്കായി സ്തോത്രം. കൈവപ്പിന് സ്ഥാനം ഉണ്ടെങ്കിലും പ്രവചന അഭിഷേകത്തിൽ കൈവപ്പിന് വലിയ സ്ഥാനമില്ല. എന്നാൽ രാജാഭിഷേകത്തിനും പ്രത്യേക പൗരോഹിത്യ അഭിഷേകത്തിനും, മൂന്നാമത്തെ അഭിഷേകം പൗരോഹിത്യത്തിന്റെ ആണ്, കൈവപ്പിന് വലിയൊരു സ്ഥാനമുണ്ട്. മൂന്നാമത്തേത് പൗരോഹിത്യ അഭിഷേകമാണ്. പൗരോഹിത്യ അഭിഷേകം ലീനിയോളജിയാണ്, അത് ബ്ലഡ് ലൈനിൽ പോകുന്നതാണ്. മാത്രവുമല്ല അതിനുവേണ്ടിയും കൈവച്ച് നിയോഗിക്കേണ്ട കാര്യമുണ്ട്. ഇനി ഞാൻ ഓരോന്നിന് ഉദാഹരണങ്ങൾ എടുത്തു തുടങ്ങട്ടെ. ഓരോന്നിന് ഉദാഹരണങ്ങൾ എടുത്തു തുടങ്ങട്ടെ. രാജാവായി ദാവീദിനെ അഭിഷേകം ചെയ്തു. 1 ശമൂവേൽ വായിക്കണമെന്നില്ല. 1 ശമൂവേൽ 16-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇവനെ ദൈവം തിരഞ്ഞെടുത്തു. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ശൗലിനെ അഭിഷേകം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്, തൻ്റെ ജനത്തിന്റെ പ്രഭു ആകേണ്ടതിന് ശമൂവേൽ തൈല കൊമ്പെടുത്ത് ശൗലിനെ അഭിഷേകം ചെയ്തു. തൻ്റെ പ്രവാചകന്മാരുടെ ഇടയിൽ നിന്ന് തൻ്റെ ജനത്തിന് പ്രഭുവായിരിക്കേണ്ടതിന് അവനെ അഭിഷേകം ചെയ്തു. ദൈവം ആഗ്രഹിച്ച രാജ്യത്വത്തിന്റെ ക്വാളിറ്റികൾ തെളിയിപ്പാൻ അവനെ കൊണ്ട് കഴിയാതെ പോയി. അവനെ ഏൽപ്പിച്ചതിനേക്കാൾ അധികമായ കാര്യങ്ങൾ അവൻ ചെയ്തു. ഒരു രാജാവായിരിക്കുന്നത് കൊണ്ട് പലതും ചെയ്യാൻ അവന് കഴിയും. അവൻ പുരോഹിത അധികാരം കൈയിട്ട് വാരി, അങ്ങനെ വേണം പറയുവാൻ. പുരോഹിത കടമ അവനെ ഏൽപ്പിച്ചതല്ല, അത് ഏൽപ്പിക്കപ്പെട്ടത് ശമൂവേലിനായിരുന്നു. അവൻ ശമൂവേലിന്റെ അധികാരം കൈയിട്ട് വാരി. ആകയാൽ ദൈവം അവനെ രാജസ്ഥാനത്തു നിന്ന് തള്ളി. ദൈവം അവനെ രാജസ്ഥാനത്തു നിന്ന് തള്ളിയേച്ച് ശമൂവേലിനോട് പറഞ്ഞു, ശമൂവേലെ, മറ്റവനെ അഭിഷേകം ചെയ്തത്, ശൗലിനെ അഭിഷേകം ചെയ്തത് അഭിഷേക പാത്രത്തിൽ നിന്നായിരുന്നെങ്കിൽ നീ ഒരു കൊമ്പിനകത്ത് തൈലം നിറച്ച് പോയി ദാവീദിനെ അഭിഷേകം ചെയ്യ്. ഞാൻ അവനെ എനിക്ക് ഒരു രാജാവായി വേർതിരിച്ചു. ശൗലിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ അവനെ ജനത്തിന്റെ പ്രഭുവായി അഭിഷേകം ചെയ്യുകയാണ്. ദാവീദിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ അവനെ എനിക്ക് വേർതിരിച്ചു, എനിക്ക് വേണ്ടി അഭിഷേകം ചെയ്യുക. ഞാൻ ഇരുന്ന് എങ്ങനെ ഭരിക്കുമോ എനിക്ക് പകരം അവൻ ഇരിക്കണം. അവനിലുള്ള സ്വഭാവങ്ങൾ എൻ്റെ സ്വഭാവമായിരിക്കും. അവൻ കൈകാര്യം ചെയ്യുന്നത് ഞാൻ പറയുന്നതായിരിക്കും. ഇന്ന് പകൽ ദൈവത്തിന് അഭിഷക്തരായവർക്കായി സ്തോത്രം. ഈ അഭിഷേകത്തിന് 3 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ദാവീദിന്റെ അഭിഷേകത്തിന് 3 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, ശമൂവേലിന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. മുഴുവൻ ഇസ്രയേലിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്, എനിക്ക് രാജാവായിരിക്കും, നീ ഭരിക്കുന്നത് ഈ ജനത്തെയാണ്. ആരെയെല്ലാം ഭരിക്കണമെന്ന് അന്നേരത്ത് പറയുന്നില്ല. പക്ഷെ ഇസ്രയേൽ ജനത്തെ ഭരിക്കേണ്ടതിന് വേണ്ടി അദ്ദേഹത്തെ രാജാവായി ദൈവം അഭിഷേകം ചെയ്തു. അത് സഹോദരന്മാരുടെ ഇടയിൽ നിന്നായിരുന്നു, തൈലക്കൊമ്പിൽ നിന്നായിരുന്നു അഭിഷേകം. തൈലക്കൊമ്പിൽ നിന്നുള്ള അഭിഷേകത്തെ കുറിച്ചാണ് ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു അഭിഷേകത്തിന് വേണ്ടത് പുരോഹിതന്റെ ഇടത്തെ കൈക്കകത്ത് ഒരല്പം എണ്ണയെടുത്ത് വലത്തെ കൈയുടെ ചൂണ്ടുവിരൽ അതിനകത്ത് തൊട്ട്, അതുകൊണ്ട് പുരോഹിതനാകുവാനുള്ളവന്റെ വലത്തെ കാതിന്റെ മേലും വലത്തെ കൈയുടെ പെരുവിരലിന്റെ മേലും വലത്തെ കാലിന്റെ പെരുവിരലിന്റെ മേലും പെരട്ടിയാൽ മതി. അത്രയും തൈലം മതി. ചുരുക്കി പറഞ്ഞാൽ ഒരു 10 മില്ലി ലീറ്ററിന് താഴെ കൊണ്ട് ഒരു പുരോഹിതന്റെ ഒരു രാജാവിന്റെ അഭിഷേകം കഴിയും. എന്നാൽ ദാവീദിനെ അഭിഷേകം ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ കൊമ്പിൽ തൈലം നിറയ്ക്കുക. ഒരു കൊമ്പെന്ന് പറയുന്നതിനകത്ത് 1.5 ലിറ്റർ കൊള്ളും. 1.5 ലിറ്റർ തൈലം നിന്റെ കൊമ്പിലോട്ട് ഒഴിച്ചോണം. അത് മുഴുവനും കൊണ്ടുവന്ന് ദാവീദിന്റെ മണ്ടയിൽ പകരണം. അവന്റെ തല മുതൽ പാദം വരെ മൊത്തം അഭിഷക്തമായി. ഞാൻ അഭിഷേകത്തെ കുറിച്ച് മാത്രം പറഞ്ഞ സമയത്ത് പറഞ്ഞു, ദാവീദ് നടക്കുന്നിടത്ത് മുഴുവനും അഭിഷേകത്തിന്റെ തൈലം കാണും. ആളുകൾ നടന്നു പോകുന്ന ഇടത്ത് അഭിഷേക തൈലത്തിന്റെ പകർച്ച കാണും. ഞാൻ ഒരു കാര്യത്തിൽ ബേഥേലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ ഞാൻ
എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഇന്നലെ വാഗമണ്ണിലായിരുന്നു. വാഗമണ്ണിൽ നിന്ന് എനിക്കും വരണമെന്നുണ്ട്. തന്നെയല്ല, എൻ്റെ ഏജും കഴിഞ്ഞു. എനിക്ക് അവിടുത്തെ മലമണ്ട കയറി നടക്കുന്നത് പ്രയാസമാണ്. റോഡില്ലാത്ത ഇടത്ത് പല വീടുകളുടെയും അകത്ത് കയറി ചെല്ലുന്നത്, പല വീടുകളുടെയും മുമ്പിൽ ചെല്ലുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു സഹോദരൻ എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എവറീസ് ഒന്ന് പ്രാർത്ഥിച്ചേ പോകാനൊക്കത്തുള്ളൂ. രാത്രി ഏതാണ്ട് 10 മണി കഴിഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ പറ്റൂ. 93 വയസ്സുള്ള അമ്മച്ചിയാണ്. അമ്മച്ചി രക്ഷിക്കപ്പെട്ടത് ബേഥേലിലെ മെസ്സേജ് കേട്ടാ. അമ്മച്ചി എല്ലാ ഞായറാഴ്ച, ഇപ്പോഴും അമ്മച്ചി കാണണം എന്നോട് പറഞ്ഞതനുസരിച്ച്, അമ്മച്ചി എല്ലാ ഞായറാഴ്ചയും ബേഥേലിലെ സന്ദേശം കേട്ടുകൊണ്ടായിരിക്കുന്നത്. ബേഥേലിൻ്റെ പാസ്റ്റർ ഇതുവഴി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് അമ്മച്ചിക്ക് ഒരു താല്പര്യമുണ്ട്. രാത്രി 10 മണി വീട്ടിൽ വരെ വന്നേ പറ്റൂ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദറെ, എനിക്ക് വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാര്യം ഞാൻ ഈ മലമണ്ടയിൽ കൂടെ, പ്രത്യേകിച്ച് മഴയും പെയ്യുന്നുണ്ട്, ഞാൻ തെന്നി വീഴും, എനിക്ക് പോകേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ കാറിൽ നിന്ന് ഇറങ്ങ പോലും വേണ്ട, കാറിൽ വന്നിരുന്നാൽ മതി, അമ്മച്ചിയെ ഞങ്ങൾ പിടിച്ച് കാറിൻ്റെ അടുക്ക കൊണ്ടുവരാം. പലർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ തരുന്നതിനായി സ്തോത്രം. നീ എനിക്ക് രാജത്വം ചെയ്യേണ്ടവനാ, നീ എന്നെ സേവിക്കേണ്ടവനാണ്. നിന്മേൽ പകരുന്നത് ഒരു ചെറിയ പകർച്ച കൊണ്ട് ഒക്കത്തില്ല. അഭിഷേക തൈലം കൊണ്ടുവരുന്നത് ഒരു കൊമ്പിനകത്തായിരിക്കണം. 1.5 ലിറ്റർ നിന്റെ മേൽ പകർന്നേ മതിയാകൂ. നീ നടന്നു പോകുന്ന ഇടത്ത് മുഴുവനും അഭിഷേക തൈലം കാണും, അതിൻ്റെ മണമുണ്ടായിരിക്കും. അങ്ങനെ ദാവീദിനെ അഭിഷേകം ചെയ്തു. സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അദ്ദേഹം വിശ്വസ്തനായിരുന്നു. തൻ്റെ അപ്പൻ്റെ ആടുകളെ തീറ്റേണ്ടതിന് വേണ്ടി പോയ സ്ഥലത്ത് സിംഹത്തെയും കരടിയെയും വകവെക്കാതെ സ്വന്തം ജീവനെ തൃണവൽക്കരിച്ചുകൊണ്ട് സിംഹത്തെയും കരടിയെയും വലിച്ചു കീറി തൻ്റെ അപ്പൻ്റെ ആടുകളെ രക്ഷിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തത കാണിച്ചതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിന്നെ ഒന്നുകൂടെ അഭിഷേകം ചെയ്യാൻ പോകാണ്. 2 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ യഹൂദ ഗൃഹത്തിന് രാജാവായി അദ്ദേഹത്തെ അഭിഷേകം ചെയ്തു. ഇസ്രായേലിലെ 2 ഗോത്രങ്ങൾക്ക് 12 ഗോത്രമാണ് ഉള്ളത്. അതിൽ യഹൂദ ഗ്രഹം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യഹൂദ ഗ്രഹം എന്ന് പറയുന്നിടത്ത് 2 ഗോത്രങ്ങളുണ്ട്. ഈ 2 ഗോത്രങ്ങൾക്ക് രാജാവായി 2-ാം പ്രാവശ്യം അഭിഷേകം ചെയ്തു. ഈ ചില്ലറ അഭിഷേകം ലഭിച്ചവനെ അതിനേക്കാൾ ഉന്നതമായ അഭിഷേകം, ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, ആദ്യമേ ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത് ഏറ്റവും ഉന്നതമായ അഭിഷേകമാണ്. പക്ഷേ തൽക്കാലം തൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചത് കേവലം 2 സമൂഹത്തെ മാത്രമാണ്, ഗോത്രങ്ങളെ മാത്രമാണ്. ദൈവം നമ്മെ ഏൽപ്പിക്കുന്നത് നമ്മുടെ വിശ്വസ്തത തെളിയിക്കാനാ. അതിൽ വിശ്വസ്തത തെളിയിക്കാൻ വേണ്ടി ചെറുതേൽപ്പിച്ചു. ഞാൻ എപ്പോഴും പറയാറുള്ള ഉദാഹരണമാണ്, ആദത്തെയും ഹൗവയെയും ദൈവം സൃഷ്ടിച്ചത് മുഴുഭൂമിയെയും അടക്കി ഭരിക്കേണ്ടതിനാ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങളിൽ മുഴുവൻ ഭൂമിയെയും അടക്കി ഭരിക്കേണ്ടതിനാണ് ആദമിനെ ഹൗവയും സൃഷ്ടിച്ചത്. പക്ഷേ വിശ്വസ്തത തെളിയിച്ച് കാണിക്കേണ്ടതിനായി കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി, ആ തോട്ടത്തിൽ കൊണ്ടയാക്കി. ഇവിടെ നീ വിശ്വസ്തത തെളിയിക്കുക. വലിയ അഭിഷേകം പേറുന്ന പലരും ഇതിനകത്തുണ്ട്. നമ്മുടെ വിശ്വസ്തത തെളിയിക്കേണ്ടതിന് ചെറുതിൻ്റെ മേൽ പലപ്പോഴും നമുക്ക് ഉത്തരവാദിത്വം തരും, ചെറുതിൻ്റെ മേൽ. അങ്ങനെ യഹൂദയ്ക്ക് വേണ്ടി 2 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ യഹൂദ ഗൃഹത്തിന് രാജാവായി അഭിഷേകം ചെയ്തു. 2 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ 3-ാം പ്രാവശ്യം ദാവീദിനെ അഭിഷേകം ചെയ്തു. മുഴുവൻ ഇസ്രായേലിനും അധിപനായി. അതായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് ആദ്യം ആഗ്രഹിച്ചത്. അഭിഷേകത്തിന്റെ 3-ാമത്തെ ഘട്ടത്തിലാണ് അവിടം വരെ എത്തിയത്. താൻ വിശ്വസ്തനായിരുന്നു, താൻ വിശ്വസ്തനായി മുൻപോട്ട് നടന്നു. നമ്മുടെ മേൽ ഒരു അഭിഷേകം പകരാം. ഇത് രാജാഭിഷേകത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 2 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എൻ്റെ മുൻപാകെ എന്നേക്കും സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനം എന്നേക്കും ഉറച്ചിരിക്കും. ഇവിടുത്തെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ രാവിലെ 10:30 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 9:30 മുതൽ 10:30 വരെ 1 മണിക്കൂർ ഒരു ക്ലാസ് എടുത്തിരുന്നതിനകത്ത് ഞാൻ ഈ വിഷയം സൂചിപ്പിച്ചിരുന്നു. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എൻ്റെ മുൻപാകെ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ദൈവം ചിലരോടൊക്കെ കയറി ഓരോ ഉടമ്പടി അങ്ങ് കൊടുക്കും. എന്നോടൊരു ഉടമ്പടി ഉള്ളതുകൊണ്ട് സ്തോത്രം. നമ്മിൽ പലരോടും ഒരു ഉടമ്പടി ഉള്ളതുകൊണ്ട് സ്തോത്രം. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു ഉടമ്പടിയുണ്ട്. മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ വേർപിരിയത്തില്ല. ഇതിനകത്തിരിക്കുന്ന മിക്കവരും, വിവാഹിതരായവരെ എല്ലാവരും തന്നെ ഇതുപോലൊരു ഉടമ്പടിയിൽ കഴിയുന്നവരാ. പക്ഷെ എനിക്കും നിങ്ങൾക്കും അറിയാം, ചുരുക്കം ചിലർ ഉടമ്പടി ലംഘിക്കാറുണ്ട്. വളരെ അപൂർവമായി, അത് അധിക പേരില്ല, വളരെ അപൂർവമായി ചിലർ അവരും ദൈവവും തമ്മിലുള്ള അവരും തൻ്റെ സ്പൗസുമായിട്ടുള്ള ഉടമ്പടി ലംഘിക്കാറുണ്ട്. ഇതുപോലെ തന്നെ ചിലർ ദൈവവുമായുള്ള ഉടമ്പടി ലംഘിക്കാറുണ്ട്. അതർവൈസ് ദൈവം പറഞ്ഞത് നിത്യരാജ്യത്വമായി ഞാൻ നിനക്ക് രാജ്യത്വം തരികയാണ്.
പക്ഷേ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് അബൈഡ് ഇൻ ദ അനോയിന്റിങ്, കണ്ടിന്യൂ ഇൻ അനോയിന്റിങ്, സ്റ്റേ ഇൻ ദി അനോയിന്റിങ്. ഈ അഭിഷേകത്തിൽ തുടരുക, നിലനിൽക്കുക. നിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കേണ്ടതിന് നിനക്കൊരു തലമുറ ഇല്ലാതെ വരികയില്ല എന്ന് ദാവീദിനോട് ദൈവം സത്യം ചെയ്തെങ്കിലും രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ശലോമോനെ കൊണ്ട് ഇത് കഴിയാതെ പോയി. ദൈവസന്നിധിയിൽ ദാവീദ് നടന്നതുപോലെ വിശ്വസ്തയോടെ നടക്കുവാൻ ശലോമോന് കഴിയാതെ പോയ കാരണത്താൽ ശലോമോന്റെ കാലത്ത് ഈ നിയമം ദൈവം ലംഘിച്ചു. 1 രാജാക്കന്മാർ 11:9 മുതൽ 11 വരെ ഞാൻ തന്നെ വായിക്കാം. തനിക്ക് 2 പ്രാവശ്യം പ്രത്യക്ഷനാകുകയും അന്യദേവന്മാരെ ചെന്ന് സേവിക്കരുതെന്ന കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമോൻ തന്റെ ഹൃദയം തിരിക്കുകയും യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതെ ഇരിക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോട് കോപിച്ചു. യഹോവ ശലോമോനോട് അരുളിച്ചതെന്തെന്നാൽ, എൻ്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിന്റെ പേരിൽ ഇരിക്കെ കൊണ്ട് ഞാൻ രാജ്യത്വം നിങ്കിൽ നിന്ന് എടുത്ത് നിശ്ചയമായി പറിച്ച് നിന്റെ ദാസന് കൊടുക്കും. രാജ്യത്വം ഞാൻ നിന്റെ എടുക്കുക. ഞാൻ ഈ ഒരു ഉടുപ്പിട്ടിട്ടുണ്ട്, ഇതങ്ങ് എടുക്കണമെങ്കിൽ ഞാനിത് ഊരിക്കൊടുക്കണം. ഞാനിത് ഊരിക്കൊടുത്തില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യും? കീറി വലി പറിക്കുമെന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആരെങ്കിലും ദയവായിട്ട് ഒന്നുകൂടെ വായിച്ചേക്കാമോ? 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. എന്നുള്ള സംഗതി നിന്റെ പേരിൽ ഇരിക്കെ കൊണ്ട് ഞാൻ രാജ്യത്വം നിങ്കിൽ നിന്ന് നിശ്ചയമായി പറിച്ച് നിന്റെ ദാസന് കൊടുക്കും. ഞാൻ രാജ്യത്വം നിന്റെ കയ്യിൽ നിന്ന് പറിക്കും. എനിക്ക് ദൈവം തന്നത് തിരിച്ച് എടുക്കാൻ തുടങ്ങുക എന്ന് കണ്ടാൽ ഞാൻ നെഞ്ചത്തിടിച്ച് കരയും. അയ്യോ ദൈവമേ ക്ഷമിക്കണേ എന്ന് പറയും. ഞാൻ കൊടുക്കത്തില്ല, ഊരി കൊടുക്കത്തില്ലെന്ന് കണ്ടാൽ ദൈവത്തിന്റെ പദം ഞാൻ നിങ്കിൽ നിന്ന് പറിച്ചെടുക്കും. സീരിയസ് ആയ ചില ആലോചനകൾ ഈ കാലഘട്ടങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവസഭയ്ക്ക് കൊടുക്കേണ്ടതിന് ദൈവം എന്നെ ഏൽപ്പിച്ചതാണ്. അടുത്ത 4-5 ആഴ്ചകൾ ഞാനിവിടെ കാണത്തില്ല. ഞാനും ചിന്നമ്മയും ഒരു 5 ആഴ്ചത്തേക്ക് വെളിയിലോട്ട് പോവാം. ഞങ്ങൾ കുടുംബമായി പോവാണ്. സുനിൽ പാസ്റ്റർ 2 ആഴ്ചത്തേക്ക് കാണത്തില്ലെന്ന് തോന്നുന്നു. അത് കഴിയുമ്പോൾ അദ്ദേഹം ഇവിടെ തിരിച്ചു വരും. ഞാൻ കുറച്ചും കൂടെ ചുമതലകൾ ഉള്ളതുകൊണ്ട് അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിലും ശുശ്രൂഷിക്കേണ്ടതുള്ളത് കൊണ്ട് ഒരു 4-5 ആഴ്ചത്തേക്ക് ഇവിടെ കാണത്തില്ല. ഈ സഭയോട് ഇത് പറഞ്ഞേച്ചേ പോകാവൂ എന്ന് ദൈവത്തിന് നിശ്ചയമുള്ളത് കൊണ്ട് ഈ കാര്യം എന്നെ ഏൽപ്പിച്ചതാണ്. മോനെ, ദാവീദിനോട് ഞാൻ ഒരു നിയമം ചെയ്തു. അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്ന ദാവീദിനോടുള്ള നിശ്ചല കൃപകൾ എന്ന ശാശ്വത നിയമം. ആ പദങ്ങളൊന്നും മറക്കരുത്. ദാവീദിനോടുള്ള നിശ്ചല കൃപകൾ എന്ന ശാശ്വത നിയമം. ഈ നിയമം ശാശ്വതമാണ്. പക്ഷേ ഈ നിയമത്തിന്റെ അനന്തര അവകാശിയായി ദൈവം തിരഞ്ഞെടുത്തത് ശലോമോനെയാണ്. ശലോമോന്റെ ജനനത്തിലുണ്ട് ഒരല്പം പെശക്. എങ്കിലും ദൈവം അത് വകവെക്കാതെ ശലോമോനെ ഏൽപ്പിച്ചു. ശലോമോൻ ദൈവസന്നിധിയിൽ അവിശ്വസ്തനാകയാൽ ദൈവം ശലോമോനോട് പറഞ്ഞു, നീ വിട്ടുതരത്തില്ലെന്ന് എനിക്കറിയാം. അപ്പനോടുള്ള വാഗ്ദത്തമാ, ഞാൻ വിട്ടുതരത്തില്ല. എൻ്റെ അപ്പനോട് പറഞ്ഞതാ, വിട്ടുതരത്തില്ല. പ്രവാചകന്മാർ മുഖേന പറഞ്ഞതാണ്, ശാശ്വത നിയമമാണ്. നീ തിരിച്ചു പറ്റിപ്പിടിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പറിക്കുമെടാ, പറിച്ച് നിന്റെ ഭൃത്യനെ ഏൽപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ നിലനിൽക്കണമെങ്കിൽ തലമുറയായി നമ്മൾ ദൈവിക വാഗ്ദത്തത്തെ അനുസരിച്ച്, കൽപ്പനയെ അനുസരിച്ചേ മതിയാകും. കഴിഞ്ഞ ആഴ്ചയിലും സുനിൽ പാസ്റ്റർ എടുത്തു പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചകളിൽ പറയാറുണ്ട്, ഞാൻ തന്നിട്ടുള്ള കൽപ്പനകളും പ്രമാണങ്ങളും പാലിച്ചു നടക്കണം. കൽപ്പനകളും പ്രമാണങ്ങളും. ചില കൽപ്പനകളുണ്ട്, വേറെ ചില പ്രമാണങ്ങളുണ്ട്. ഞാൻ കൊച്ചു ഉദാഹരണം, എന്നും ഉപയോഗിക്കുന്ന ഉദാഹരണം, എല്ലാവർക്കും മനസ്സിലാകുന്ന ഉദാഹരണം ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. വേദപുസ്തക പ്രകാരം സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ തല മൂടണം. ഞാൻ ഇപ്പോൾ പറയുന്ന ആരെങ്കിലും തല മൂടിയില്ലെന്നല്ല, എന്നാൽ എല്ലാവർക്കും മനസ്സിലാകുന്നതായതുകൊണ്ട് ലളിത ഭാഷയിൽ പറയുകയാ. വേറെ ചിലർ പറഞ്ഞു ഞങ്ങൾ തല മൂടത്തില്ല, കാര്യം ദൈവത്തോടുള്ള റിബലിയൻ ഓപ്പൺ ആക്കും. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞെന്ന് കേട്ടു, അത് പൗലോസാ പറഞ്ഞതെന്ന്.
പൗലോസ് ഒരിടത്ത് പറഞ്ഞു തല മൂടണമെന്ന്. നീ എങ്ങാണ്ടൂടെ പോയ നീ പറഞ്ഞു മൂടണ്ടെന്ന്. ഞാൻ ഇതിലേത് കേൾക്കണം? ഈ ആശയം മനസ്സിലാകുന്നുണ്ടോ? പൗലോസ് പറഞ്ഞ് നീ അത് ചെയ്യണം. പൗലോസ് ആരാ? മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് ദൈവസഭയ്ക്കുള്ള ഉപദേശം ക്രിസ്തുവിങ്കൽ നിന്ന് നേരിട്ട് പ്രാപിച്ച് കൊടുക്കുക എന്ന് ക്രിസ്തു പറഞ്ഞതിനാൽ സഭയ്ക്ക് എഴുതി കൊടുത്ത പൗലോസാ പറഞ്ഞത്. ഞാൻ കേൾക്കത്തില്ല എന്ന് പറഞ്ഞ ആളിനോട് ഞങ്ങൾ നിശ്ചയമായിട്ടും ഈ വാചകം 1 മണിക്കൂറിനകം അദ്ദേഹത്തിന്റെ അടുക്കൽ എത്തിയിരിക്കണം. അഥവാ എത്തിയില്ലേ കേൾക്കുന്നവരാരെങ്കിലും പറഞ്ഞേക്കണം. പൗലോസ് അത് പറഞ്ഞിരിക്കുന്നു. നീ ആരുടെ തിരിച്ചു പറയാൻ? ദൈവരാജ്യത്തിന്റെ അയൽവക്കത്ത് നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡാകാൻ നിനക്ക് യോഗ്യതയില്ല. ദൈവരാജ്യത്തിന്റെ സെക്യൂരിറ്റി ഗാർഡാകാൻ, ഗേറ്റിങ്കിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡാകാൻ യോഗ്യതയില്ലാത്ത നീ പൗലോസ് പറഞ്ഞതിനേക്കാൾ വേറൊന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവൻ ആരാ? രാജ്യത്വം നഷ്ടപ്പെടാൻ വിളിയുള്ളവനെ അനുസരിക്കൂ, അല്ലാതെ ആരും അനുസരിക്കത്തില്ല. ദൈവവചനത്തിൽ അനേകം നിയമങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്, കൽപ്പനകളുണ്ട്. അത് മുഴുവനും അനുസരിച്ചേ പറ്റൂ. മോനെ, നീ അത് അനുസരിക്കാതെ വന്നതിനാൽ, ശലോമോനെ, നീ അത് അനുസരിക്കാതെ വന്നതിനാൽ നിങ്കിൽ നിന്ന് ഞാൻ രാജ്യത്വം പറിച്ചെടുക്കയാ. നീ വിട്ടുതരത്തില്ല. ഒരുപാട് ഉപവസിക്കും, ഒരുപാട് പ്രാർത്ഥിക്കും. ആ പദങ്ങൾ മറക്കരുത്. ആകയാൽ ഞാൻ രാജ്യത്വം നിന്റെ കയ്യിൽ നിന്ന് പറിച്ചു കീറി നിന്റെ ദാസനെ കൊടുക്കും എന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു. ഈ ദാവീദിനെ തന്നെയൊന്നുമല്ല ദൈവം അഭിഷേകം ചെയ്ത, ഒന്ന് തൊട്ടങ്ങ് പോകത്തെ ഉള്ളൂ. ഞാൻ വിശദീകരിക്കത്തില്ല. 1 രാജാക്കന്മാരുടെ പുസ്തകം 19:16 വായിക്കണമെന്നില്ല. നീ യേഹുവിനെ അഭിഷേകം ചെയ്യണം, നിംഷിയെ അഭിഷേകം ചെയ്യണം, നിംഷിയുടെ മകനായ യേഹുവിനെ അഭിഷേകം ചെയ്യണം എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ അഭിഷേകം ദാവീദിന് കൊടുത്ത പോലെ ഒരു രാജാഭിഷേകം, ദാവീദിന് കൊടുത്ത പോലെ സ്ഥിരമായി നിൽക്കുന്ന ഒരു രാജാഭിഷേകമല്ല. ടൈം ബീയിങ് ഉപയോഗിക്കേണ്ട ഒരു രാജാഭിഷേകമാണ്. ടൈം ബീയിങ് ഉപയോഗിക്കേണ്ട. ദാവീദിന് കൊടുത്തത് നിത്യമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ മകൻ നശിപ്പിച്ച് കുളമാക്കി തീർത്തു, അത് കളഞ്ഞു. എന്നാൽ തൽക്കാലത്തേക്ക് എനിക്കൊരു രാജാവിനെ ആവശ്യമായി വരുന്നു. ദാവീദിന്റെ സന്തതി വീണും പോയി. ആകയാൽ നിംഷിയുടെ മകനായ യേഹുവിനെ നീ ഒന്ന് രാജാവാക്കിയേക്ക്. അങ്ങനെ നിംഷുവിന്റെ മകനായ യേഹുവിനെ രാജാവാക്കി. ആ അഭിഷേകം കൊണ്ട് അദ്ദേഹത്തിന് സിദ്ധിച്ചത് എന്നാന്നറിയാമോ? തന്റെ നാവിന്റെ മേൽ വന്ന വാക്കുകളിൽ വ്യാപരിച്ച അധികാരം. ഇന്ന് പകൽക്കാലം കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ നമ്മുടെ നാവുകളിൽ നിന്നൊരു അധികാരത്തിന്റെ വാക്ക് വരട്ടെ. താൽക്കാലികമായി ഏൽപ്പിക്കപ്പെട്ട ഒരു അഭിഷേകമാണ്. ആഹാബിനെ കൊല്ലേണ്ടതിന് വന്ന ഒരു അഭിഷേകമാണ്. ആഹാബ് രാജ്ഞി തന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ തന്റെ മാളികയുടെ മുകളിലിരുന്ന് കിളിവാതിലൂടെ നോക്കുമ്പോൾ വേലക്കാർ വിളിച്ചു പറഞ്ഞു, ഒരു പട്ടാളം വരുന്നതായി കാണുന്നുണ്ട്, ഒരു പട്ടാളം അകലയിൽ നിന്ന് വരുന്നു. ഉടനെ രാജ്ഞി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇടയിൽ നിന്ന് ഒരു ദൂതനെ പറഞ്ഞേക്ക്, അവൻ ആരാന്ന് അറിയേണ്ടതിന് വേണ്ടി. ഒരു ദൂതൻ ഓടിച്ച് അവിടം വരെ ചെന്നു. അവിടെ ചെന്ന് നിംഷിയോടൊരു ചോദ്യം ചോദിച്ചു, നീ ഇങ്ങോട്ട് വരുന്നല്ലോ, സമാധാനവുമായിട്ടാണോ വരുന്നത്? ഈ പട്ടാളക്കാരന്റെ കടമ ഉടൻ തിരിച്ചു വന്ന്, ഇവൻ പെശകും കൊണ്ടാ വരുന്നതെന്ന് ഇവിടെ രാജസ്ഥാനത്ത് അറിയിക്കുക, ഇവർ യുദ്ധത്തിന് തയ്യാറാകുക. നിംഷി പറഞ്ഞ വാക്കറിയാമോ? സമാധാനം കൊണ്ട് നിനക്കെന്നട കാര്യം, തിരിഞ്ഞെന്റെ പുറകിൽ വാ. അയ്യോ, ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിന്റെ പട്ടാളക്കാരനായിരുന്നു. ഇന്ന് നമുക്കിവിടെ ദൈവദാസന്മാർ പലരും വേല ചെയ്യുന്നവരുണ്ട്. ഒരുത്തനെ ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞയച്ചാൽ അവരൻ പറഞ്ഞാൽ ഇതുപോലെ പോകുമോ? അങ്ങനെ പലരും പോകുന്നുണ്ടേ. അതാണ് ഇന്ന് ഞാൻ വാൺ ചെയ്യാനുള്ളത്. നീ പോയി വിവരം അന്വേഷിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ നിംഷിയുടെ മകനായ യേഹു ഒരു ചോദ്യം ചോദിച്ചു, സമാധാനം കൊണ്ട് നിനക്കെന്ത് ചെയ്യാൻ? നീ തിരിച്ചു പോകേണ്ട പുറകിൽ, എൻ്റെ പുറകിൽ വാ. അവൻ നേരെ യേഹുവിൻ്റെ സൈന്യത്തിൻ്റെ പുറകിൽ പോയി കൂടി. അവൻ്റെ വാക്കിൽ വ്യാപരിച്ച അധികാരം ചക്രവർത്തിനിയുടെ അരികിൽ നിന്ന് കൊണ്ടുവരുന്ന കൽപ്പനകൾ അവഗണിച്ചുകൊണ്ട് വഴിയെ ഓടിച്ചു വരുന്ന ഭ്രാന്തനെ പോലെ ഓടിക്കുന്ന ഒരുത്തനെ അനുസരിക്കത്തക്കവണ്ണം അധികാരത്തിന്റെ ശക്തി ചിലതിന്റെ നാവിന്റെ മേൽ പകരും. എന്തിൽ? ടെമ്പററി അനോയിന്റിങ്. ഇത് നിത്യാഭിഷേകമല്ല, സ്ഥിരമല്ല, ടെമ്പററി. യേഹുവിന് ടെമ്പററിയാ, അതിനകത്ത് പോലും ഇത് പകരും. അങ്ങനെയാണെങ്കിൽ ഇന്നെ കേൾക്കുന്ന ദൈവവേദലെ നമ്മുടെ മേൽ എത്ര അധികമായിരിക്കണം. എലീശയെ കുറിച്ച് പറയുന്നത്, ശാഫാത്തിന്റെ മകനായ എലീശയെ നീ എനിക്ക് പകരമായി അഭിഷേകം ചെയ്യണം. പ്രവാചക അഭിഷേകത്തെ കുറിച്ചാ. ശാഫാത്തിന്റെ മകനായ എലീശയെ നീ നിനക്ക് പകരമായി അഭിഷേകം ചെയ്യണം. നിന്റെ അഭിഷേകത്തിന്റെ ഇരട്ടി അവന്റെ മേൽ വസിക്കും. ടെമ്പററി അനോയിന്റിങ്ങിന്റെ കൂട്ടത്തിൽ പോലും യോഗ്യമായി ഉപയോഗിക്കുന്നുവെങ്കിൽ ആവശ്യമുള്ള ദൈവാധികാരം വ്യാപിക്കും. ഒരു 5 വർഷത്തേക്ക് നിങ്ങളിൽ ഒരാളിനെ ദൈവം ഒരു സ്ഥാനത്താക്കിയിരിക്കുന്നെങ്കിൽ, ഒരു 10 വർഷത്തേക്ക് ദൈവം നിങ്ങളിൽ ഒരാളിനെ, അല്ല നമ്മുടെ ആയുസ്സിൽ ഒരു 50 വർഷത്തേക്ക് ദൈവം ഒരാളിനെ ഒരു സ്ഥാനത്താക്കിയിരിക്കുന്നെങ്കിൽ, അഭിഷേകത്തിൽ നിലനിൽക്കുക
കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഷേപ്പ് മാറും, നിങ്ങളുടെ സംസാര രീതി മാറും, വാക്കുകളിലെ അധികാരം മാറും. കാര്യം നിങ്ങൾ കൽപ്പിക്കുമ്പോൾ ഇറങ്ങി ചെയ്യുവാൻ ദൈവം തന്റെ ദൂതന്മാരെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരുമെന്ന് മറക്കരുത്. ഞാൻ മുന്നോട്ട് മാറുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ അതോറിറ്റി ഇൻ വോയിസ് നമ്മളത് ചിന്തിച്ചു. 3 പുരോഹിത അഭിഷേകം, 1 രാജാഭിഷേകത്തെ കുറിച്ച് ചിന്തിച്ചു, 2 പ്രവാചക അഭിഷേകം വിശദമായി എടുത്തില്ല, തൊട്ടു, 3 പ്രീസ്ലി അനോയിന്റിങ്. ഇതിനകത്ത് 2 വാക്യങ്ങൾ ദയവായി വായിക്കണം. നമ്പേഴ്സ് 25:13 ദയവായി വായിക്കാമോ? സംഖ്യാപുസ്തകം 25:13. അവൻ തന്റെ ദൈവത്തിന് വേണ്ടി തീക്ഷ്ണയുള്ളവനായി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചത് കൊണ്ട് അത് അവനും അവന്റെ സന്തതിക്കും നിത്യ പൗരോഹിത്യത്തിന്റെ നിയമമാകുന്നു എന്ന് നീ പറയണം. ഞാൻ പറഞ്ഞാൽ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വാക്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്, 1 അല്ല 2 വാക്യം കൂടെ ആഡ് ചെയ്യാനുണ്ട് എന്ന് ദൈവാത്മാവ് പറഞ്ഞതിനാൽ എനിക്ക് വായിക്കാവുന്ന വേറൊരു എക്യുപ്മെന്റും കൂടെ എടുത്തോണ്ട്, ഐപാഡും കൂടെ എടുത്തോണ്ടാണ് ഞാൻ പോരുന്നത്. വഴിയിലിരുന്നാണ് ഞാൻ ഈ വാക്യം തപ്പിയെടുത്തത്. ദൈവത്തിന് പറവാനുണ്ട്, അവൻ എൻ്റെ പ്രമാണം അനുസരിച്ചു. ആര്? ലേവി എൻ്റെ പ്രമാണം അനുസരിച്ചു. ഞാൻ ലേവിയുടെ പ്രമാണത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നത് ചെയ്യുവാൻ ആരുണ്ട്? യഹോവയുടെ പക്ഷത്ത് പുറത്തു വരുവാൻ പരസ്യമായി ഒരു വിളി വിളിച്ചപ്പോൾ ലേവി ഗ്രഹം വെളിയിലോട്ട് വന്നു. അല്ല, പറയാതെ പോകാൻ ഒക്കത്തില്ല, തീരെ ശരിയാകില്ല. പറയാതെ പോയാൽ ലേവി ഗ്രഹം നേരത്തെ ഒരു ശപിക്കപ്പെട്ട ഗ്രഹമായിരുന്നു. ലേവി ഗോത്രം പിതാവിനാൽ ശപിക്കപ്പെട്ട ഗോത്രമാണ്. എന്നാൽ ഒരിക്കൽ ദൈവകൽപ്പന ലംഘിച്ച് ജനം ഇറങ്ങിപ്പോയതോടുകൂടെ ആ ജാതിയെ നശിപ്പിച്ചു കളവാൻ ദൈവം തീരുമാനിക്കുകയും ആ തെറ്റ് ചെയ്തവരെ നശിപ്പിച്ചു കളവാൻ ദൈവം തീരുമാനിക്കുകയും മോശ മുഖേന്ദ്ര പാളയത്തിന്റെ വാതുക്കൽ വെച്ച് ദൈവം ഒരു വിളി ഉയർത്തുകയും ചെയ്തു. മോശ വാതുക്കലോട്ട് ഇറങ്ങി നിന്നൊരു വിളി വിളിച്ചു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ പുറത്തു വരട്ടെ. അവനവന്റെ വാള് കയ്യിലെടുത്തുകൊണ്ട് സ്വന്തം സഹോദരനെന്നോ സ്വന്തം സഹോദരിയെന്നോ അപ്പനെന്നോ അമ്മയെന്നോ നോക്കാതെ കുറ്റം ചെയ്തവരെ വെട്ടിക്കളയേണ്ടതിന് വേണ്ടി ഇറങ്ങാവുന്നവൻ ഇറങ്ങി വാ, ഞാനാണേൽ വരത്തില്ല. കാര്യം എൻ്റെ സഹോദരനെ വെട്ടാൻ, എൻ്റെ മക്കളെ വെട്ടാൻ, എൻ്റെ സഹോദരിയെ വെട്ടുവാൻ, അപ്പനെ വെട്ടാൻ, അമ്മയെ വെട്ടാൻ ഞാൻ വരത്തില്ല. പക്ഷെ ലേവി വാളെടുത്തുകൊണ്ട് ഇറങ്ങി കിട്ടിയവരെ ഒക്കെ വെട്ടി. കർത്താവ് അതിനെക്കുറിച്ച് പറയുകയാണ്. വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ ദയവായി. അവൻ തന്റെ ദൈവത്തിനു വേണ്ടി തീഷ്ണതയുള്ളവനായി, അവൻ തന്റെ ദൈവത്തിന് വേണ്ടി തീഷ്ണതയുള്ളവനായി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചത് കൊണ്ട് അത് അവനും അവന്റെ സന്തതിക്കും നിത്യ പൗരോഹിത്യത്തിന്റെ നിയമമാകുന്നു. അതുകൊണ്ട് ലേവിക്ക് നിത്യ പൗരോഹിത്യം ഞാൻ കൊടുക്കുകയാ. ലേവിയുടെ മക്കൾക്ക് തലമുറയായി, ഞാൻ പറഞ്ഞായിരുന്നു, ബ്ലഡ് ലൈനിൽ ലീനിയേജിൽ വരുന്നതാണിത്. ഒരിക്കൽ നീ കാണിച്ച ആ ധീരകൃത്യം ദൈവത്തെ അനുസരിച്ച കാരണത്താൽ നിന്റെ മക്കൾ ഒന്നും അറിയാതിരിക്കെ ഞാൻ അവരെ വിളിച്ച് അഭിഷേകം ചെയ്യും. ഇവിടെ ഒരുപാട് പേരുടെ മേൽ അങ്ങനത്തെ അഭിഷേകങ്ങൾ ഉള്ളതിനായി സ്തോത്രം. പാരമ്പര്യ അനുഗ്രഹങ്ങൾ കൈമാറ്റപ്പെടുമെന്ന് കഴിഞ്ഞ ദിവസവും കേസ് ബ്രേക്കിങ്ങിന്റെ ദിവസം ഞാൻ എടുത്തു പറഞ്ഞുണ്ടായി. പാരമ്പര്യ അനുഗ്രഹങ്ങൾ കൈമാറ്റപ്പെടും. ലേവിയോട് ദൈവം ഒരു നിയമം ചെയ്തു, നിന്റെ ബ്ലഡ് ലൈൻ, നിന്റെ സന്തതിയായി ജനിക്കുന്നവരൊക്കെയും എനിക്ക് വേണ്ടി പുരോഹിതന്മാരായിരിക്കും. ഇത് തെളിയിക്കേണ്ടതിന് വേണ്ടി പൗരോഹിത്യത്തെ കുറിച്ച് ചോദ്യം ഉണ്ടായപ്പോൾ പറഞ്ഞു, നമ്മളൊക്കെ എപ്പോഴും എടുക്കുന്നതും കേൾക്കുന്നതുമായ വാക്യമാ, 12 ഗോത്രങ്ങളിൽ നിന്ന് ഓരോ കമ്പ് വീതം കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ വെക്കട്ടെ, ഓരോ ഗോത്രത്തിലും ആ ഗോത്രത്തിന്റെ പേരെഴുതണം. എന്നാൽ ലേവിയുടെ പേരായിരിക്കും ആ ഗോത്രത്തിന് എഴുതുക. ദേവാലയത്തിൽ കൊണ്ടുവെക്ക്. അതിരാവിലെ വരുമ്പോൾ ഞാൻ തിരഞ്ഞെടുത്തവനെ കാണിക്കാം. അന്ന് രാത്രിയിൽ ലേവിയുടെ കമ്പ് തളിർത്തു, ലേവിയുടെ കമ്പ് പൂത്തു, ലേവിയുടെ കമ്പ് കായ്ച്ചു. ദൈവം അത് ഉറപ്പിച്ചു കൊടുത്തു. തലമുറയായി ലേവി പൗരോഹിത്യം നിത്യ പൗരോഹിത്യമായിരിക്കുമെന്ന് യഹോവ ഉറപ്പിച്ചു. സോഫാർ സംശയമില്ലല്ലോ. അടുത്തൊരു വാക്യം കൂടെ ഒന്ന് വായിച്ചോണേ. പുറപ്പാട് പുസ്തകം 1 ശമൂവേൽ 2:30. ഇന്നിവിടെ എടുത്തു പറയാൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച് വഴിയിൽ വെച്ച് തപ്പിയെടുത്ത വാക്യമാ. 1 ശമൂവേൽ 2:30. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നത് നിശ്ചയം. ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത്,
അങ്ങനെ ഒരിക്കലും ആകയില്ല. ആണ്ട കിടക്കുന്നു, തീർന്നു. കാലം മാറി, തലമുറകൾ മാറി. ഏലിയുടെ കാലമായി. ഏലിക്ക് 2 കുഞ്ഞുങ്ങളെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. ബ്ലഡ് ലൈൻ പുരോഹിതന്മാരാകേണ്ടവർ ഓഫ്നിയും ഫിനഹാസും. അവർ ദൈവസന്നിധിയിൽ അയോഗ്യമായി നടന്നു. ദൈവം പ്രവാചകന്മാരെ അയച്ച് ഏലിയോട് പറഞ്ഞു, നിന്റെ മക്കളെ കറക്റ്റ് ചെയ്യണം. 18 വയസ്സ് കഴിഞ്ഞ പിള്ളേരെ കറക്റ്റ് ചെയ്യാൻ ഒക്കത്തില്ലെന്ന് ഇന്നത്തെ നിയമം അന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടായാലും അദ്ദേഹത്തിന്റെ കൺട്രോളിന് അപ്പുറത്ത് പോയി. പിള്ളേര് പറഞ്ഞാൽ കേൾക്കുന്നതല്ല. പിള്ളേര് ശാഠ്യമുള്ളവരാണ്. അവരപ്പനെ അനുസരിക്കാതെ പോയി. അവർ ദൈവത്തെ വകവെക്കാതെ പോയി. അവർ ദൈവത്തിന്റെ വിശുദ്ധ ദേവാലയത്തെ അശുദ്ധമാക്കി. ഞാൻ അതിൽ കൂടുതൽ ഇപ്പം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. യാഗത്തിനൊരു സെറ്റ് ഓർഡറുണ്ട്. ഓർഡർ എടുത്തു മാറ്റി. യാഗം കഴിക്കുവാൻ വേണ്ടി യാഗവസ്തുക്കളുമായി വരുന്നവൻ യാഗത്തിൽ കയറുവാനും യാഗം കഴിക്കുവാനും അവൻ അനുവാദമില്ല. പക്ഷേ ഏലിയുടെ മക്കളായ ഓഫ്നിയും ഫിനഹാസും യാഗം കഴിക്കാൻ തയ്യാറാകാതെ വന്നതിനാൽ, ഇത് ഭയങ്കര ഗൗരവമാ, യാഗം കഴിക്കാൻ തയ്യാറാകാതെ വന്നതിനാൽ അവർക്ക് വേറെ കാര്യമുണ്ട്, വേറെ ചിന്തയുണ്ട്. അവരുടെ മൈൻഡ് പ്രീ ഓക്യുപ്പൈഡ് ആണ്. അവർ വേറെ ഒരുപാട് കാര്യത്തിൽ ഇൻവോൾവ് ആണ്. ഇതിനകത്ത് ഇടപെടുവാൻ അവർക്ക് സമയമില്ല. എന്നതിനാൽ യാഗവസ്തുക്കളുമായി വന്ന ഭക്തന്മാർ സ്വയം യാഗപീഠത്തിങ്കൽ കയറി ബലി നടത്തി. അതിന് ദൈവം ആ ഭക്തന്മാരെ അല്ല കുറ്റം പറഞ്ഞത്. ദൈവം കുറ്റം പറഞ്ഞത് ഏലിയയാ. ഗുഡ് ഗോഡ്, ഏലിയയാ കുറ്റം പറഞ്ഞ. ചിലരുടെയൊക്കെ ചങ്കിന് തറയ്ക്കുന്നെങ്കിൽ നന്നായിക്കോ, ലാസ്റ്റ് വാണിംഗ് ആയിട്ട് കണക്ക് കൂട്ടിക്കോ. ഏലിയയാണ് ദൈവം കുറ്റം പറഞ്ഞത്. ഏലിയോട് പറഞ്ഞു, നീ നിന്റെ മക്കളെ ശാസിക്കാഞ്ഞതിനാൽ, നീ നിന്റെ മക്കളെ അനുസരണത്തിൽ നടത്താഞ്ഞതിനാൽ. ഞാൻ ചില പദങ്ങളൊന്നും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിള്ളേർക്ക് മലയാളം ഇഷ്ടമല്ല, മലയാളികളെ ഇഷ്ടമല്ല. മലയാളിയുടെ മുല കുടിച്ചു വളർന്നവൻ. നിങ്ങൾക്ക് ഈ ആശയം മനസ്സിലാകുന്നുണ്ടല്ലോ? പദങ്ങൾ ഞാൻ അപ്പുറത്തോട്ട് കടക്കുന്നില്ല. മലയാളിയുടെ മുല കുടിച്ചു വളർന്നവൻ, മലയാളിയുടെ കൈകൊണ്ടെടുത്ത് ഓമനിക്കപ്പെട്ട കുഞ്ഞിന് മലയാളികളെ ഇഷ്ടമല്ല. അതുകൊണ്ട് അവൻ ഈ സംസ്കാരം വിട്ടുപോകുകയാണ്. അതായിരുന്നു ഓഫ്നിയും ഫിനഹാസും. അതുകൊണ്ട് യഹോവയായ ദൈവം ഏലിയോട് പറഞ്ഞയക്കുന്നത്, ഞാൻ പണ്ടൊരിക്കൽ നിന്റെ പിതാവിനോട് വാഗ്ദത്തം പറഞ്ഞതാണ്, ഉപദേശത്തിൽ തെറ്റരുത്, ജീവിതത്തിൽ തെറ്റരുതെന്ന് തറപ്പിക്കാൻ ഇതിനേക്കാൾ കൂടിയ വാക്യം എനിക്ക് അറിയാൻ വയ്യ. അതുകൊണ്ടാ ഞാൻ നിന്റെ പിതാവിനോട് സത്യം ചെയ്തിരുന്നു, സത്യം, പക്ഷേ അങ്ങനെ ആകത്തില്ല. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. താഴോട്ട് വായിക്കാമോ? ഇപ്പോഴും യഹോവ അരുളി ചെയ്യുന്നത്, അങ്ങനെ ഒരിക്കലും ആകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അടുത്ത വാക്യം, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനാകും. തലമുറ തലമുറയായി അഭിഷേകം കൊണ്ടുപോകണമെങ്കിൽ തലമുറ തലമുറയായി ദൈവത്തെ മാനിച്ചേ മതിയാകൂ. ഇന്ന് പകലത്തെ എൻ്റെ സബ്ജക്റ്റ് അബൈഡ് ഇൻ ദി അനോയിന്റിങ്, കണ്ടിന്യൂ ഇൻ ദി അനോയിന്റിങ്, സ്റ്റേ ഇൻ ദി അനോയിന്റിങ്. ദൈവത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പിതാക്കന്മാരെ ദൈവം ഏൽപ്പിച്ചത്, ദൈവം ഓരോ പ്രവാചകന്മാരെ വിളിച്ചു. ഞാൻ പറഞ്ഞു, പ്രവാചകന്റെ ശുശ്രൂഷ അധികവും കണ്ടിന്യൂസ് അല്ല. അത് തലമുറയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതല്ല, വ്യക്തികളെ ദൈവം വിളിച്ച് അഭിഷേകം ചെയ്യുന്നതാണ്. 1957 ഞാൻ സ്നാനപ്പെടുന്ന അന്നെൻ്റെ 12ാമത്തെ വയസ്സിൽ ഒരു ഉണർവുണ്ടാകും. ആ ഉണർവിന് വേണ്ടി നിന്നെ അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഏതാണ്ട് 67-68 ആയപ്പോൾ വാര്യവരെയോ അച്ചായൻ പറഞ്ഞു, ഇന്ത്യയുടെ തെക്ക് വശത്തു നിന്ന് ഒരു ഉണർവ് ആരംഭിക്കും, വടക്ക് വശത്തു നിന്ന് പീഡ ആരംഭിക്കും. അന്ന് ഇന്ത്യ സുവിശേഷീകരിക്കപ്പെടും. ആ ഉണർവിൽ നീ ഒരു ഭാഗമാണ്, നിന്നെ അതിനു വേണ്ടി വെച്ചതാണ്. എന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ കൃപ എനിക്ക് നന്നായി അറിയാം. 1981 സിസ്റ്റർ മേരി കോവൂരിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. 83 ജൂൺ മാസത്തിന്റെ 1-ാം ഞായറാഴ്ച ഞാൻ നിന്നെ ഒരു പുതിയ സഭയിലേക്ക് അയക്കും. അതാണ് ബഥേൽ. അവിടെ ഒരു ഉണർവ് ആരംഭിക്കും. പകർന്നു തന്ന ഒരു ദൈവിക പകർച്ചയ്ക്കായി നന്ദി. ദൈവം 10,000-ങ്ങളെ, കൃപയാൽ 10,000-ങ്ങളെ ഇതിനോട് ചേർക്കുവാൻ ദൈവത്തിന് തിരിഹിതമായി. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് കാണാനുണ്ട്.
10,000 ദൈവം ചേർത്തു. ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ കഴിയാത്തതുപോലെ ശത്രുക്കളും മിത്രങ്ങളും ഒരുപോലെ റെക്കഗ്നൈസ് ചെയ്തതുപോലെ ദൈവിക വെളി ദൈവം ഉറപ്പിച്ചു. പ്രധാനമായും അതിന്റെ പങ്ക് ബേഥേലിന് നൽകിയേച്ച് പറയുകയാണ്, അപ്പനോടുള്ള വാഗ്ദത്തം നിലനിർത്തണമെങ്കിൽ ഏലിയേ നീയും ഒന്ന് മാനസാന്തരപ്പെട്ടേ മതിയാകൂ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനാകും. ഇന്ന് പകൽ ദൈവത്തെ മാനിക്കുവാൻ ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. Abide in the anointing, continue in the anointing. ഇനിയും ഞാൻ അടുത്തൊരു ഭാഗത്തേക്ക് മാറട്ടെ. കേവലം മനുഷ്യരെ തന്നെയല്ല ദൈവം ഈ 3 പ്രധാന അഭിഷേകങ്ങൾ മാത്രമല്ല, അല്ലാതെയും അഭിഷേകങ്ങളുണ്ട്. അതൊന്ന് പറയാൻ പോകുക. 3 അഭിഷേകങ്ങൾ മാത്രമല്ല, അല്ലാതെയും അഭിഷേകങ്ങളുണ്ട്. ഞാൻ അവിടെയും പോകാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 31 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നിൽക്കട്ടെ, വായിക്കണ്ട. പുറപ്പാട് പുസ്തകം 31 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ബെസാലേലിനെയും ഓഹാലിയാവിനെയും അഭിഷേകം ചെയ്യ്. ഇവർ പുരോഹിതന്മാരല്ല, പക്ഷെ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്ന ആലയത്തിന്റെ പണി നടത്തുവാൻ, യഹോവ കൽപ്പിച്ചതുപോലെയുള്ള വസ്തുക്കൾ വെട്ടി ഉണ്ടാക്കുവാൻ, രത്നങ്ങൾ വെട്ടി പതിക്കുവാൻ ഞാൻ ആത്മാവ് കൊണ്ട് നിറച്ചവർ. ഇവിടുത്തെ ചർച്ച് കമ്മിറ്റിയോട് ചോദിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും അറിയാം, ഞാൻ ഒരാശയവും തറപ്പിച്ച് പറയാറില്ല. എനിക്ക് അതുപോലെ ദൈവം എന്നെ ഏൽപ്പിച്ച ചില ആശയങ്ങൾ തറപ്പിച്ച് പറയും, ഇന്നത് ഇങ്ങനെ വേണം എന്ന് തീർത്ത് പറയാം, അതർവൈസ് പറയാറില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പഴയ തലമുറയിൽപ്പെട്ട എന്നേക്കാൾ കൂടുതൽ ബുദ്ധിയുള്ളവരാണ് നിങ്ങളെല്ലാം ദൈവകൃപയുള്ളവരാണ്, ദൈവാത്മാവിൽ ജ്ഞാനാത്മാവിൽ നിറഞ്ഞവരാണ്. നിങ്ങൾ തീരുമാനിക്കുക. പക്ഷെ എൻ്റെ അഭിപ്രായം ഇന്നതും കൂടെ ചേർത്ത് ചിന്തിക്കുക, ഒന്നിച്ചു പറ. കാരണം പുരോഹിതനെ അഭിഷേകം ചെയ്ത് ഒരിടത്തോട്ട് നിർത്തി. മോശയുടെ അഭിഷേകം വളരെ സ്പെസിഫിക് ആണ്. പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഒറ്റയ്ക്കിങ്ങോട്ട് വിളിച്ചു വേർതിരിച്ചു വരിക, ഞാൻ നിന്നെ അയക്കുകയാണ്, ഞാൻ നിനക്ക് പർവ്വതത്തിൽ കാണിച്ചു തന്ന മാതൃക പ്രകാരം ഒക്കെയും തന്നെ ദേവാലയം കംപ്ലീറ്റ് ഉണ്ടാക്കിക്കോണമെന്ന് പറഞ്ഞ ആ അഭിഷേകം തൻ്റെ മേൽ ഇരിക്കെ തൻ്റെ കൂടെ സഹപ്രവർത്തിക്ക് വേണ്ടി 2 പേരെ വിളിച്ചു നിർത്തിയേച്ച് പറഞ്ഞു, ഇവരെ 2 പേരെ ഞാൻ ആത്മാവ് കൊണ്ട് നിറച്ച് അഭിഷേകം ചെയ്തവരാണ്. ബേഥേലിന് വേണ്ടി ഞാൻ ആത്മാവിനാൽ നിറഞ്ഞ് അഭിഷേകം പ്രാപിച്ച ഒരു സമൂഹം ഇതിനകത്തുണ്ട്. അത് റെക്കഗ്നൈസ് ചെയ്ത് മാത്രമേ ഞാൻ ഇപ്പോഴും ശുശ്രൂഷിക്കത്തുള്ളൂ. പുരോഹിതന്മാർക്ക് മാത്രമല്ല, പ്രവാചകന്മാർക്ക് മാത്രമല്ല അഭിഷേകം, സബോർഡിനേറ്റ് അഭിഷേകങ്ങളുണ്ട്. അടുത്തത് മെറ്റീരിയൽസിനെ അഭിഷേകം ചെയ്യുവാൻ. മോശ ദേവാലയ കൂടാരത്തിലേക്ക് വരുമ്പോൾ യാഗപീഠം മുതൽ, അതാണ് ആദ്യത്തെ ഉപകരണം, യാഗപീഠം മുതൽ അവിടെ ഇരിപ്പുണ്ട് താമ്രത്തൊട്ടി മുതലായ ചിലത്, അവകളെ മുതൽ അതിപരിശുദ്ധ സ്ഥലത്തുള്ള കൃപാസനം വരെ സകല മെറ്റീരിയലിനെയും അഭിഷേകം ചെയ്യണം. പ്രധാനപ്പെട്ട 3 അഭിഷേകങ്ങൾ അത് നിലനിർത്തണമെങ്കിൽ തലമുറയായി ദൈവപ്രമാണം പാലിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ അഭിഷേകം നിലനിൽക്കത്തില്ല, പോകും. 2 സബോർഡിനേറ്റ് അഭിഷേകങ്ങൾ. അത് ഓൾവേസ് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, മക്കൾക്കുള്ളതല്ല. ഒഹലിയാലിന് മക്കളൊന്നും ചെയ്യാനില്ല, അവരവരെ ഏൽപ്പിച്ച അഭിഷേകം. 3 വസ്തുവകകളുടെ മേലുള്ള അഭിഷേകം, പലതിനെയും അഭിഷേകം ചെയ്യണം. ഈ കൂട്ടത്തിൽ തന്നെ യാക്കോബ് ഒരു കല്ലെടുത്ത് അതിനെ അഭിഷേകം ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 31:13 യാക്കോബ് ഒരു തൂണിനെ അഭിഷേകം ചെയ്തു. ഇങ്ങനെ പല ഇനം ചെറിയ അഭിഷേകങ്ങളുമുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞോട്ടെ, അഭിഷക്തരായ പുരോഹിതന്മാരും, ഗൗരവമാ, അഭിഷക്തരായ പുരോഹിതന്മാരും അഭിഷക്തരായ സഹശുശ്രൂഷകന്മാരും അഭിഷക്തമായ ഉപകരണങ്ങളും ഒരുമിച്ച് ചേർന്ന് തിരുസന്നിധിയിൽ ഒരുമിച്ച് വെച്ചാൽ ദൈവത്തിന്റെ കാബോദ് ആലയത്തിൽ ഇറങ്ങും. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഒരു കാബോദ് ഇതിനകത്ത് ഇറങ്ങട്ടെ. ദൈവത്തിന്റെ ശക്തിയേറിയ സാന്നിധ്യം കാണിക്കുന്ന ദൈവിക കാബോദ് ആലയത്തിനകത്തേക്ക് ഇറങ്ങും. മോശ സമാഗമന കൂടാരത്തിന്റെ പണി മുഴുവനും കഴിഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ യഹോവയുടെ സാന്നിധ്യം ആലയത്തിൽ ഇറങ്ങിയതുകൊണ്ട് പുറപ്പാട് പുസ്തകം പറയുകയാണ്, യഹോവയുടെ മേഘം കാബോദ് ആലയത്തിന്റെ അകത്ത് നിറഞ്ഞതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കയറാൻ കഴിയാതെയായി. മോശ പടിവാതിലിന്റെ വെളിയിലായി. ഇന്ന് പകൽ ദൈവിക കാബോദ് ഇതിനകത്തൊന്ന് ഇറങ്ങട്ടെ. മാനുഷിക ശുശ്രൂഷകൾക്ക് അപ്പുറത്ത് ദൈവം ചിലത് ചെയ്യേണ്ടതിന് ദൈവിക കാബോദ്. മറക്കരുത്, 3 ഘടകങ്ങൾ ഒരുമിച്ചുകൂടി. അഭിഷക്ത പുരോഹിതന്മാർ,
2, വ്യക്തിപരമായ പ്രവർത്തനത്തിന് വേണ്ടി സഹ അഭിഷക്തന്മാർ. 3, അഭിഷക്തമായ ഉപകരണങ്ങൾ. ഇവ ഒരുമിച്ച് ചേർന്നതോടെ കാബോദ് ഇറങ്ങി വന്നു. ഇന്ന് പകൽ ഞാൻ ഇവിടുന്ന് അടുത്ത 3-4 ആഴ്ചത്തേക്ക് കാണത്തില്ല. ഗൗരവമുള്ള രോഗങ്ങളുള്ള പ്രിയപ്പെട്ടവർ ഇതിനകത്ത് എവിടെയൊക്കെ ഇരിപ്പുണ്ടോ അവർ മുഴുവനും ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവരും, ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, ട്യൂമർ മുതലായ ഗൗരവമേറിയ രോഗങ്ങളുള്ളവർ ഇന്ന് ഇതിനകത്ത് ആരൊക്കെയോ പ്രാർത്ഥിക്കാൻ വരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സർവീസിന് വന്നിട്ടുണ്ടെങ്കിൽ ശരീരത്ത് അവിടെ ഇവിടെ ബലഹീനത അനുഭവിക്കുന്നു. എനിക്ക് എന്നാ പറ്റാൻ പോകാൻ അറിയത്തില്ല, ഭയപ്പെട്ടാണ് ഞാൻ നടക്കുന്നത്. ഇന്ന് പകൽ ഒരു ദുരാത്മാവ് എൻ്റെ ശരീരത്തെ ബാധിക്കുന്നു, എൻ്റെ ഹൃദയത്തെ ബാധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ടുപോകേണ്ടതിന് ഇതിനകത്തൊരു കാബോദ് വ്യാപരിക്കുന്നുണ്ട്. അഭിഷക്തരായ പുരോഹിതന്മാർ, അഭിഷക്തരായ സഹശുശ്രൂഷകന്മാർ, അഭിഷക്തമായ ഉപകരണങ്ങൾ ഒരുമിച്ച് ചേർന്നു. 21 ദിവസം ഉപവാസ പ്രാർത്ഥനയും കഴിഞ്ഞു. ഈ സമയം അപ്രകാരമുള്ള രോഗികൾ ഒന്ന് എഴുന്നേറ്റ് വന്നു. സഭാരാധനയ്ക്ക് ശേഷം ദയവായി എൻ്റെ അടുക്കൽ വന്നാൽ പ്രാർത്ഥിക്കാൻ സമയം കാണത്തില്ല. ഗൗരവമുള്ള രോഗങ്ങൾ വഹിക്കുന്നവർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാറുള്ളവർ ഈ കാബോദിന്റെ മുമ്പിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുകയാ. കവിതയെ എന്നോട് പ്രാർത്ഥിക്കാൻ വരണമെന്ന് പറഞ്ഞതിൽ ഒരാൾ, അങ്ങനെയുള്ളവരൊന്ന് എഴുന്നേറ്റു. ഓൺലൈനിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ, നിങ്ങളുടെ ഉപകരണങ്ങൾ എന്തോ, കമ്പ്യൂട്ടർ പോലും ടെലിഫോൺ പോലും അതിന്റെ ഫേസിലോട്ട് ഒരു വിരൽ വെച്ചോ, ഒരു ദൈവശക്തി വ്യാപരിക്കാൻ പോകുകയാ. നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ, നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ അഭിഷക്ത വൃന്ദം ഒരുമിച്ചതിനാൽ രോഗശക്തികളെ കീഴടങ്ങ്. വ്യാജ ആത്മാക്കളെ കീഴടങ്ങ്. അവ വിട്ടുപോകട്ടെ. ഇന്നൊരു ദൈവിക കാബോദ് ഇതിനകത്ത് വ്യാപരിക്കുന്നതിനാൽ ഘനമേറിയ ദൈവശക്തി, പ്രകാശമുള്ള ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നതിനാൽ യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ വ്യാപരിക്കാം. അത് ഭൂലോകത്തിന്റെ അറ്റത്തോളം മീഡിയകളിലൂടെ ശ്രദ്ധിക്കുന്നവരുടെ അടുക്കൽ വരെ ഇന്ന് പകൽ വ്യാപരിക്കാം യേശുവിൻ നാമത്തിൽ. ആമേൻ. ദയവായി ഇരുന്നാലും ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടെ തൊടുക. ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ മെസ്സേജിന്റെ മെയിൻ സ്റ്റഫ് ഇതൊക്കെയാ. കാബോദൊക്കെ ഇപ്പൊ ദൈവാത്മാവ് തന്നതാ. ദാറ്റ് ഈസ് പ്രൈസ് ദി ലോർഡ് ഫോർ ഇറ്റ്. ദൈവാത്മാവ് കാതലായി എന്നെ ഏൽപ്പിച്ചതാ. അബൈഡ് അണ്ടർ ദി അനോയിന്റിങ്. അതിനുവേണ്ടി ഞാനൊരു പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരാൾ വായിച്ചു വെച്ചാട്ട് പുറപ്പാട് പുസ്തകം 40:15 അഹരോനെ അഭിഷേകം ചെയ്യുന്നത് പോലെ മക്കളെ അഭിഷേകം ചെയ്യണമെന്ന്. പുറപ്പാട് 40:15 എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരുടെ അപ്പനെ അഭിഷേകം ചെയ്തതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം. അവനെ അപ്പൻ അഭിഷക്തനായതുകൊണ്ട് പൗരോഹിത്യ അവകാശം പൊതുവെ വ്യാപരിക്കുന്നത് ബ്ലഡ് ലീനേജിലാ, ബ്ലഡ് ലൈൻ കോണ്ടാക്റ്റിലാണ് ഈ അഭിഷേകം, പൗരോഹിത്യ അഭിഷേകം വ്യാപരിക്കുന്നത്. എങ്കിലും അതിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ ആ മക്കൾക്ക് കിട്ടിയ പദവിയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരവരെ ഏൽപ്പിക്കപ്പെടട്ടെ. എമ്മിവർഗീസിന്റെ മേൽ പകർന്ന അഭിഷേകത്തിനായി, ബേഥേലിന്റെ മേൽ ദൈവം പകർന്ന അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. പക്ഷേ അപ്പനെ അഭിഷേകം ചെയ്തതുപോലെ മക്കളെയും അഭിഷേകം ചെയ്തേ മതിയാകൂ. എടുത്ത പ്രമാണങ്ങൾ മാറാതെ ദൈവസന്നിധിയിൽ നിന്നെങ്കിലേ മതിയാകുള്ളൂ. അതിൽ നിന്ന് തെറ്റിപ്പോയവർ തെറിക്കുന്നത് ഞാൻ കണ്ടു. ദൈവസഭയുടെ വളർച്ചയിൽ ഇന്ന് എല്ലാവർക്കും അറിയാൻ വയ്യാത്തതാ. ദൈവസഭയുടെ വളർച്ചയിൽ ചേർന്ന് നിന്ന് അനേകരുണ്ട്. ആഴ്ചതോറും സ്നാനം നടക്കുന്നു, രോഗികൾ ഗൗരവമായി സൗഖ്യമാകുന്നു. ഈ സഭ കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങളും ഞാനും കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ സഭയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. കൈകാലുകൾക്ക് നീളം കുറഞ്ഞവരുടെ കൈകാലുകളുടെ നീളം വർദ്ധിക്കുന്നത്, മാരക രോഗികൾ സൗഖ്യമാകുന്നത്, മരിച്ച പുന്നൂസങ്ങൾ തിരിച്ചുയർത്തെഴുന്നേൽക്കുന്നത്. ആൻറ്റി ഇന്ന് വന്നിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയിരുന്നു. എല്ലാ ആഴ്ചയും വരുന്നുണ്ടെന്നോ, മിക്ക ഞായറാഴ്ചയും വരുന്നുണ്ടെന്ന് പറഞ്ഞു. പുന്നൂസ് ആൻറ്റി വന്നിട്ടുണ്ടോ? ഇല്ല, കണ്ടില്ല. പുന്നൂസങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ഒക്കെ കണ്ടവരായി ഇതിനകത്തിരിക്കുന്ന സഭ ആ തലമുറയിൽ വ്യാപരിച്ച് അഭിഷേകം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ബ്ലഡ് ലൈൻ. പുരോഹിതന്റെ മകൻ പുരോഹിതനായി മാറണം.
പക്ഷേ അഹരോനെ അഭിഷേകം ചെയ്തതുപോലെ അവന്റെ മക്കളെയും അഭിഷേകം ചെയ്തേ മതിയാകെയുള്ളൂ. അബൈഡ് ഇൻ ദി അനോയിന്റിങ്, കണ്ടിന്യൂ ഇൻ ദി അനോയിന്റിങ്, റിമെയിൻ ഇൻ ദി അനോയിന്റിങ്. ഇത് നമ്മുടെ മേൽ തുടരണമെന്നുണ്ടെങ്കിൽ, തുടർന്ന് എല്ലാ ഏരിയയിലും ഇത് വ്യാപരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപോലെ ദൈവസന്നിധിയിൽ അഭിഷക്തരായേ മതിയാകെയുള്ളൂ. നസ്രയനാകുന്ന യേശുവിലേക്ക് ഈ അഭിഷേകം വന്നു. നസ്രയനാകുന്ന യേശുവിനെ ദൈവം ആത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10:38 വായിക്കുന്നില്ല. 10:38 നസ്രായനാകുന്ന യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ എല്ലാവരും അറിയുന്നുവല്ലോ. ഒരിക്കൽ യേശുവിനെ, നസ്രയനാകുന്ന യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തു. എങ്ങനെ? ഒന്ന്, ആത്മാവിനാൽ; രണ്ട്, അതിന്റെ ശക്തിയാൽ. ഇന്ന് ചിലർ ആത്മാവിന്റെ വേഷം ധരിച്ചുകൊണ്ട് അതിന്റെ ശക്തിയെ ഇല്ലാതെയാക്കുന്നവരുണ്ട്. വേദപുസ്തകം നന്നായി പ്രസംഗിക്കും. വേഷധാരണത്തിൽ തികഞ്ഞ ആത്മീയരാണ്. അവർ ആ ഭക്തിയുടെ വേഷം ധരിക്കും, പക്ഷെ അതിന്റെ ശക്തിയില്ല. നസ്രയനാകുന്ന യേശുവിൽ ചില ശക്തികൾ ഉണ്ടായിരുന്നു. ഭൂതബാധിതരോട് വിട്ടുപോക എന്ന് പറയുവാൻ, അടിച്ചുയരുന്ന കൊടുങ്കാറ്റിനോട് ശാന്തമാകെന്ന് പറയുവാൻ, അലറുന്ന കടൽ തിരകളോട് നില്ലട്ടെ എന്ന് പറയുവാൻ ഒരു ദൈവശക്തി അവന്റെ വായിലൂടെ വ്യാപരിച്ചു. തന്റെ അടുത്തൂടെ വരുന്ന രോഗികൾ സൗഖ്യമാകുവാൻ ചില വൻകൃപകൾ തന്റെ മേൽ ഉണ്ടായിരുന്നു. നസ്രയനാകുന്ന യേശുവിനെ ദൈവം ആത്മാവ് കൊണ്ടും ശക്തി കൊണ്ടും ബലപ്പെടുത്തി അഭിഷേകം ചെയ്തു. പിശാചു ബാധിച്ചവരെ സൗഖ്യമാക്കി. ഒരു 3.5 വർഷം യേശു ആ ശുശ്രൂഷയുടെ നിർവഹിച്ചു. തൻ്റെ ശിഷ്യന്മാരെ ഇത് പഠിപ്പിച്ചാണ് അവരെ വിളിച്ചു പറഞ്ഞ, എൻ്റെ സബ്ജക്റ്റിൽ നിന്ന് ഒന്ന് മാറുക. പഠിപ്പിച്ചാണ് അവരെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറ, അങ്ങയുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ നാട്ടുകാരൻ്റെ രാജ്യം വരണേന്നല്ല, അപ്പുറത്തെ പുരോഹിതന്റെ രാജ്യം വരണേന്നല്ല, ആ കാലം കെട്ടവന്റെ രാജ്യം വരണേന്നല്ല. തേണ്ടേ യേശുവിന്റെ ഉപദേശം കേട്ടേച്ച് പരീശന്മാരും ന്യായശാസ്ത്രികളും യഹൂദജനവും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇവൻ ഈ അധികാരം എവിടെ നിന്ന്? നമ്മുടെ ഉപദേശിമാരെ പോലെ അല്ലല്ലോ, നമ്മുടെ പാസ്റ്റർമാരെ പോലെ അല്ലല്ലോ, നമ്മുടെ പുരോഹിതന്മാരെ പോലെ അല്ലല്ലോ, നമ്മുടെ ന്യായശാസ്ത്രിമാരെ പോലെ അല്ലല്ലോ. ഇവൻ അധികാരമുള്ളവനായി സംസാരിക്കുന്നു. കാറ്റും കടലും കീഴടങ്ങുന്നു, അശുദ്ധാത്മാക്കൾ കീഴടങ്ങുന്നു. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തില് സഭയുടെ വളർച്ചയെ തടയുന്ന, സഭയ്ക്കകത്തെ ജനത്തെ പിരിച്ചുവിടാൻ നിൽക്കുന്ന അശുദ്ധാത്മ ശക്തികളെ ഈ കാമോദിന്റെ നടുവിൽ നിന്നെ ശാസിക്കുന്നു. ദൈവത്തിനുള്ള ജനം ദൈവത്തിന് വേണ്ടി വളരുവാൻ കഴിയാതെ വണ്ണം തുറന്നു വിടുന്ന, അഴിച്ചുവിടുന്ന ജനങ്ങളെ യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങി മാറുവാൻ ഞാൻ നിങ്ങളെ ശാസിക്കുകയാണ്. യേശു ജനത്തെ കൊണ്ടു നടന്നു, അവരെ അത് പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിര്, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ രാജ്യം വരണമേ. കർത്താവേ, ഞങ്ങൾ പോരാടുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിന് വേണ്ടി, ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ യേശുവിന്റെ മാതൃകയിൽ. ഇന്ന് പകൽ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നവർ പറഞ്ഞു, ഞങ്ങൾ ശുശ്രൂഷിക്കുന്നെങ്കിൽ യേശുവിന്റെ മാതൃകയിൽ ശുശ്രൂഷിക്കും. എന്നിട്ട് ഇത് തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, യോഹന്നാൻ 7-ാം അധ്യായം 38-39 വാക്യങ്ങളിൽ, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവനദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഇതവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് വരെ തേജസ്കരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ യേശു തേജസ്കരിക്കപ്പെട്ടപ്പോൾ താൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്റെ മേൽ വന്ന അതേ ആത്മാവ്, ദ സെയിം ഡുനാമീസ് എന്ന പദമാണ്, അതേ അത്യന്ത ശക്തി എന്റെ മേൽ വന്ന, പ്രൈസ് ദി ലോർഡ്, യേശുവിന്റെ മേൽ വന്ന, ദൈവദാസന്മാരുടെ മേൽ വന്ന, ദൈവഭക്തന്മാരുടെ മേൽ വന്ന അതേ അത്യന്ത ശക്തി ഇന്ന് എന്നെ കേൾക്കുന്നവരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി വരുവാൻ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം, the same dunamis. ഡുനാമിസ് എന്ന പദം നമ്മൾ ഇവിടെ ആരെങ്കിലും പ്രസംഗിച്ചിട്ട് കുറച്ച് നാളായി. ഡൈനോമ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ഡൈനോമ ഒരു കാറിനകത്ത് കൊച്ചു സൈക്കിളിൽ മുതൽ തുടങ്ങുമായിരുന്നത്. വലിയ പ്ലെയിനിനകത്തും കപ്പലിനകത്തും വരെ കാണുന്ന
പവർ ജനറേറ്റിംഗ് എലിമെന്റിനെയാണ് ഡൈനമോ എന്ന് വിളിക്കുന്നത്. അത് പവർ ജനറേറ്റ് ചെയ്യും, ചുമ്മാ വരത്തൊന്നുമില്ല, അതിന് വേണ്ട കണ്ടീഷനിൽ അത് പ്രവർത്തിച്ചു കഴിയുമ്പോൾ പവർ ജനറേറ്റ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്യുന്ന പവറിനെ കുറിച്ചാണ് ഡുനാമിസ് എന്ന് പറയുന്നത്. ഡൈനമോ എന്ന പദം അതിനകത്തു നിന്നാണ്, ഡൈനാമിറ്റ് എന്ന പദം അതിനകത്തു നിന്നാണ്. നിങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഒരു ചെറിയ നിസ്സാര കാര്യമല്ല. ഞാൻ പ്രാർത്ഥിച്ചപ്പോഴൊരു ചൊറി പുറത്തു നിന്നല്ല, 3 മാസം പ്രാർത്ഥിച്ചപ്പോൾ ഒരുത്തൻ്റെ കള്ളുകൂടി നിന്നല്ല. ചില ഡുനാമിസ് വ്യാപരിക്കുവാൻ ഇന്ന് പകൽ ദൈവം ഉപയോഗിച്ചു തുടങ്ങിയ ചിലരിവിടെ ഉണ്ടെങ്കിൽ നിന്നൊരു ഡുനാമിസ്, അതിനകത്തു നിന്നൊരു ഡൈനോമ പുറത്തു വരുവാൻ, ഒരു ഡൈനമിറ്റ് പുറത്തു വരുവാൻ, ചിലതെല്ലാം ചില ഇടങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് ഒരു ഡൈനമ പോലെ വ്യാപരിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ദൈവസഭയുടെ മേൽ ഇരിക്കട്ടെ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ ഇവിടെ എല്ലാം വിടുകയാണ്, ഇപ്പൊ നിർത്തേണ്ടതായതുകൊണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു ആത്മനദിയുണ്ട്, എസെക്കിയേൽ പ്രവചനത്തിലും അതേ ആത്മനദിയുണ്ട്. ഈ ആത്മനദിയുടെ പ്രത്യേകത, ഇവിടെ ഒരു ഭയങ്കര വാണിങ്ങിൽ വരിക, ഭയങ്കര വാണിങ്. പരിശുദ്ധാത്മാവിനെ ഇന്ന് പറയാൻ ഏൽപ്പിച്ച മെസ്സേജിന്റെ ഒരു നേതൃഭാഗമാണ്. ഈ ആത്മനദിയുടെ പ്രത്യേകത, മാസം തോറും പുതിയ ഫലം കഴിക്കും. അതൊരിക്കലും പഴയ അനുഭവങ്ങളിൽ തുടരുന്നതല്ല, അതിനകത്ത് എന്നും പുതിയ അനുഭവങ്ങളുണ്ട്. ഇന്നലെ നടന്നതല്ല ഇന്ന്, ഇന്ന് നടന്നതല്ല നാളെ. ഡോക്ടർ KP യോഹന്നാൻ അവർകൾ ലോകത്തോട് യാത്ര പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന 1-2 സെന്റൻസസ് ഇവിടെ പറയണമെന്നും സോഷ്യൽ മീഡിയയിൽ പരസ്യമായി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ കഴകക്കേട്, ഓർമ്മക്കുറവ് കഴിഞ്ഞ ആഴ്ച എനിക്കത് പറയാൻ പറ്റിയില്ല. സോറി, കഴിഞ്ഞ ആഴ്ച എനിക്കത് പറയാൻ പറ്റിയില്ല. ഡോക്ടർ KP യോഹന്നാനെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിച്ചിരുന്നയാളാണ്. തൻ്റെ വിശ്വാസത്തിൻ്റെ തീഷ്ണതയിലല്ല, എനിക്ക് ഒത്തിരി നല്ല ഗുണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു നല്ല ഗുണമായിരുന്നു, നല്ലതിനെ കണ്ടാൽ അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു. ഒരുപാട് പേര് എനിക്കെതിരെ, ഞാൻ അദ്ദേഹത്തെ ഓർത്തിരിക്കുന്ന ഒരു രംഗം പറയാം. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് വന്നേ അദ്ദേഹത്തിൻ്റെ 2 വാട ഞാൻ തിന്നിട്ടുണ്ട്. ടു ബി വെരി ഓപ്പൺ. 1990 ചർച്ച് ഓഫ് ഗോഡിൻ്റെ ജനറൽ കൺവെൻഷന് പ്രസംഗിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും, ഞങ്ങൾ 4 പേരും കൂടെ ഒരു അംബാസഡർ കാറിൽ ഇവിടുന്ന് അവിടം വരെ ഞാൻ ഡ്രൈവ് ചെയ്തു. അന്ന് കുഞ്ഞുങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന പ്രായമായിട്ടില്ല, 90-ലെ ചരിത്രമാണ്. അവിടെ ചെന്നപ്പോൾ എനിക്ക് പകരം പ്രസംഗിക്കാനോടെ വേറെ ആളിനെ ആക്കിയിട്ടുണ്ട്. കാര്യം ചില ദുഷ്പ്രചരണങ്ങൾ അവിടെ കേട്ടു. ഇവിടെ ബാംഗ്ലൂരിൽ എന്നെ അറസ്റ്റ് ചെയ്തു, നടന്ന ചരിത്രമാണ്. ബാംഗ്ലൂരിൽ എന്നെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തെന്ന് പറയാനൊക്കത്തില്ല, വാറണ്ടഡ്, അത്രേ ഉള്ളൂ. ടിക്കറ്റ് വാറണ്ട്, ആ അറസ്റ്റ്, എന്നെ അറസ്റ്റ് ചെയ്തു. അത് തികച്ചും ദൈവികമായ വിഷയങ്ങൾക്ക് വേണ്ടിയാണ്, തികച്ചും ദൈവികമായ വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. ആളുകൾ വരുന്നു, സ്നാനപ്പെടുന്നു, ആ കാര്യമൊക്കെ സർക്കാരിന് ഇഷ്ടപ്പെടാതെ പോയതുകൊണ്ടാണ്. പക്ഷെ കേരളത്തിൽ ഉണ്ടായ ഒരു പരസ്യം, എനിക്ക് 2 ഭാര്യമാരുണ്ട്. അതിലാദ്യത്തെ ഭാര്യ കംപ്ലൈൻറ്റ് കൊടുത്തതുകൊണ്ട് MA വർഗീസിനെ അറസ്റ്റ് ചെയ്യുന്ന. അങ്ങനെ MA വർഗീസ് വഴിതെറ്റി 2 ഭാര്യമാരുണ്ട്, അറസ്റ്റ് ചെയ്തു എന്ന് കേരളത്തിലൊരു വർത്തമാനം വരുന്നതിനെ തുടർന്നാണ് ഞാൻ അറസ്റ്റിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്നിനി അവൻ പ്രസംഗിക്കാൻ വരത്തില്ല, പകരം പ്രസംഗിക്കാൻ ആൾ വേണമെന്നും പറഞ്ഞ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ജനറൽ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ 2ാമതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആളിനെ ഇട്ടു. ഞാനിവിടുന്ന് വെളുപ്പിനെ എഴുന്നേറ്റ്, അന്ന് അംബാസഡർ കാറൊക്കെ ഓടിച്ചു പോകണമെങ്കിൽ അതിൽ AC മണ്ണാങ്കട്ട ഒന്നും ഇല്ല. ഇവിടുന്ന് അവിടം വരെ ഡീസൽ എഞ്ചിൻ വെച്ച് ഓടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഓടിച്ചവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. അങ്ങനെ ഓടിച്ചു പിടിച്ച് അവിടെ ചെന്നപ്പോഴാണ് അവർ ചോദിക്കുന്നത്, MA വർഗീസ് ഇങ്ങ് വന്നോ? നോക്കിയപ്പം ഭാര്യ കൂടെ ഉണ്ട്, ഭാര്യയുമുണ്ട്, മക്കളുമുണ്ട്. ഞാൻ ഇവിടുന്ന് ബെയിൽ ഓർഡർ എടുത്താണ് പോയത്, ജാമ്യം കൊണ്ടാണ് ഞാൻ പോയത്. ജാമ്യത്തിന് ഞാൻ കൊടുത്ത അപേക്ഷയ്ക്ക് അവർ തന്ന ജാമ്യ ഓർഡർ, അതിൻ്റെ കോപ്പി എടുത്തുകൊണ്ടാണ് ഞാൻ പോയി. ഞാൻ ഓർത്ത് ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ വല്ല പോലീസുകാരനും വഴക്കിന് വന്നാൽ എൻ്റെ ഭാര്യയുടെ ഒരു കോപ്പി ഇരിക്കട്ടെ, മക്കളുടെ ഓരോ കോപ്പി ഇരിക്കട്ടെ, അവിടുത്തെ പ്രധാനപ്പെട്ട ഉപദേശിമാരുടെ മേലും ഓരോ കോപ്പി ഇരിക്കട്ടെ എന്നുകൊണ്ട് ഞാനൊരു 5-8 കോപ്പിയും കൊണ്ടാണ് ഇവിടുന്ന് പോയത്. അവിടെ ചെന്നപ്പോൾ അതിൻ്റെ പ്രധാന ആൾ ചോദിച്ചു, പേര് പറയുന്നില്ല, പ്രധാന ആൾ ചോദിച്ചു, MA വർഗീസ് വന്നോ? പറഞ്ഞു വന്നു. അല്ല, ഞങ്ങൾ ഏതാണ്ടെല്ലാം കേട്ടല്ലോ, ഇവിടെ എൻ്റെ ഭാര്യയെ തന്നെ ഇങ്ങനെ ആളുകൾ നോക്കുന്നുണ്ട്, ഞങ്ങൾ ഏതാണ്ടെല്ലാം കേട്ടല്ലോ. ഞാൻ പറഞ്ഞു, ശരിയാ സാറേ, നിങ്ങൾ കേട്ടത് ഇപ്പം എല്ലാം ശരിയാ, വേണ്ടാത്തത് കേട്ടത് ഞാൻ അറിഞ്ഞില്ല. പറഞ്ഞു, നിങ്ങൾ കേട്ടതെല്ലാം ശരിയാണ്, ഞാൻ ബെയിൽ ഓർഡറും കൊണ്ടാണ് വന്നത്, വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ ബെയിൽ ഓർഡർ എടുത്ത് ആ മെയിൻ ആളിൻ്റെ കയ്യിലോട്ട് ഒരു കോപ്പി കൊടുത്തു. അദ്ദേഹം ഇത് വായിച്ചപ്പോൾ അറസ്റ്റഡ് അണ്ടർ ക്ലോസ് സോ ആൻഡ് സോ സോ ആൻഡ് സോ സോ ആൻഡ് സോ, ഗ്രാൻഡഡ്
ബെയിൽ, ഗ്രാൻഡഡ് ബെയിൽ, പെർമിറ്റഡ് ടു ലീവ് ദ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പുള്ളി വായിച്ചു അടുത്ത് നിൽക്കുന്ന ആളിനോട് പറഞ്ഞിടാ, ഇവനെ അപ്പോൾ അറസ്റ്റ് ചെയ്ത് എന്തോ കാര്യത്തിന്? ഇതേലൊന്ന് നോക്കിക്കേ. രണ്ടാമത്തെ ആൾ വാങ്ങിച്ചു നോക്കി, ആടാ ഇവിടെ ക്രിസ്തീയ കാര്യങ്ങൾക്ക് അറസ്റ്റ് ചെയ്തിരിക്കുന്നേ, അല്ല ഭാര്യ പിണങ്ങിയതല്ല. എടാ അപ്പോൾ കള്ളമാണല്ലോ പറഞ്ഞത്. KP യോഹന്നാൻ അതുവഴി വന്നു. അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് ഒരു കോപ്പി ഒന്ന് കാണിക്കാമെന്ന് വെച്ചൊരു കോപ്പി ഞാൻ പറഞ്ഞു വെച്ചോളാൻ പറഞ്ഞു. അന്ന് രാത്രിയിലത്തെ മീറ്റിങ്ങിന് ഞാൻ തന്നെ പ്രസംഗിച്ചു. മീറ്റിങ്ങിന് പ്രസംഗം കഴിഞ്ഞിട്ട് ഇറങ്ങിയുണ്ട് KP യോഹന്നാൻ പറഞ്ഞു, എൻ്റെ കൂടെ ഓഫീസ് അവർ വന്നേ പറ്റൂ. ഞാൻ പറഞ്ഞു, സാറേ എന്നോട് പറയരുത്, ഞാൻ വരത്തില്ല. കാര്യം ഞാൻ ഓൾ ദ വേ ബാംഗ്ലൂരിൽ നിന്ന് ഓടിച്ചു വരിക, എനിക്കൊന്ന് കുളിക്കണം, അവിടെ മുതൽ ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ വേർത്തളിഞ്ഞിരിക്കുക, അതുകൊണ്ട് എനിക്ക് പോകണം. അദ്ദേഹം പറഞ്ഞു, നത്തിങ് ഡൂയിങ്, പോകാൻ പറ്റത്തില്ല, ഇന്ന് എൻ്റെ കൂടെ ഓഫീസ് വരെ വരണം, നിങ്ങളുടെ കാർ ഇവിടെ മാറ്റിയിട്ടേക്ക്, നിങ്ങളുടെ വീട്ടിൽ എൻ്റെ കാറെ കൊണ്ടുവിടാം, മക്കളെയും കൊണ്ടുവിടാം, സകലതും ചെയ്തോളാം, വാ എന്ന് പറഞ്ഞു നിർബന്ധമായി വിളിച്ചു. മറ്റ് മാർഗമില്ലാഞ്ഞുകൊണ്ട് ഞാൻ പോയി. അദ്ദേഹം അതുപോലെ അങ്ങ് നിർബന്ധിച്ചത് കൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഉപദേശിമാരുടെ ഒരു മീറ്റിംഗ് നടക്കണം. ഉപദേശിമാർക്ക് എനിക്ക് തോന്നുന്നത് 2 വടയും 1 കപ്പ് ഒരു ഗ്ലാസ് ചായയും കൊടുക്കും. അത് ഞാനും കുടിച്ചു, ചെന്നമ്മയ്ക്കും കിട്ടി. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇനി ഓഫീസിലോട്ട് വരാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിച്ചുകൊണ്ട് പോയി. ആ ഓഫീസ് കണ്ടതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള ആ ബഹുമാനത്തിൽ തുടക്കം. ഈ സ്റ്റീല് കൊണ്ടുള്ള ഫോൾഡിങ് ചെയറുണ്ട്, സ്റ്റീല് കൊണ്ടുള്ള 2-3 ഫോൾഡിങ് ചെയർ അത് നിവർത്തിട്ടിട്ടുണ്ട്. സ്റ്റീല് കൊണ്ടുള്ള ഫോൾഡിങ് മേശയുണ്ട്, അത് 2-3 നിവർത്തിട്ടിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. ചെന്ന് എനിക്ക് താമസിക്കാൻ വേണ്ടി ഹൈലി ഫർണിഷ്ഡ്, ഹൈലി പോഷ് ഫർണിഷ്ഡ് സ്ഥലങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ തൻ്റെ ഓഫീസ് ഇതാ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ജസ്റ്റ് ചോദിച്ചു, സാർ എന്താ ഇങ്ങനെ? സുവിശേഷത്തിന് വരുന്ന കാശുണ്ട്, എൻ്റെ സ്വന്തം കാര്യം കാണാനല്ല. ആ വാക്കൊന്നും മറക്കാനൊക്കത്തില്ല. തുടർന്ന് എന്നോട് പറഞ്ഞു, വർഗീസേ, നിങ്ങളെക്കുറിച്ചുള്ള കംപ്ലൈൻറ്റ് നിങ്ങളുടെ ഭാര്യ കൊടുത്ത കംപ്ലൈൻ്റ് എന്നാ. ഇത് കള്ളമാണെന്ന് നാട്ടുകാർ അറിയണ്ടേ? ഇത് പെന്തക്കോസ്തരെല്ലാം പറഞ്ഞു നടക്കുക. ഇന്ന് കേരളത്തിൽ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള ഉപദേശിമാരെ മുഴുവനും ഞാൻ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു മീറ്റിംഗാണ്, അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഞങ്ങളുടെ ഒരു മീറ്റിംഗാണ്. ആ മീറ്റിങ്ങിൽ ഇവർക്ക് പരസ്യമായി എഴുന്നേറ്റ് നിന്ന്, വൈഫ് കൂടെ കാണണം, എഴുന്നേറ്റ് നിന്ന് അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്നൊന്ന് പറഞ്ഞേച്ചങ്ങ് പൊയ്ക്കോ. ഒരു പത്രത്തിലും കൊടുക്കണ്ട കാര്യം. 800 പാസേഴ്സ് ഇവിടെ ഉണ്ട്, അവർ ബാക്കി കാര്യം ചെയ്തോളൂ. ഒരു പത്രത്തിലും കൊടുക്കണ്ട. എനിക്ക് തോന്നുന്ന ഒരാൾ എന്നെ മാനിച്ചിട്ടില്ല. താഴ്ച അനുഭവിച്ച് ഒരു മനുഷ്യനെ ഉയർത്താൻ ഒരു മനുഷ്യൻ വന്നിട്ടില്ല. എനിക്ക് KP യോഹന്നാനെ ഭയങ്കര ബഹുമാനമാണ്. അദ്ദേഹം വിശ്വാസത്തിൽ തെറ്റി. ഞാൻ അതിനകത്ത് ഒരു എതിരും പറഞ്ഞില്ല. അതുകൊണ്ട് ദൈവം അദ്ദേഹത്തെ എടുത്ത് കളയുകയും ചെയ്തു. അതിനകത്തും എനിക്കൊരു എതിരുമില്ല. പക്ഷെ മാനുഷികമായി ഞാൻ കണ്ട ആ മാന്യത ഞാൻ എന്നും അംഗീകരിക്കുന്നു. വിശ്വാസത്തിൽ തെറ്റിയെന്ന് ഞാൻ പറയുന്നത് എൻ്റെ വിശ്വാസത്തിൽ നിന്ന് അദ്ദേഹം തെറിച്ചുപോയി, അകലെയായിപ്പോയി. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ നഷ്ടമായി എന്നല്ല. ഇന്ന് പകൽ എനിക്കിവിടെ വാൺ ചെയ്യാനുള്ളത് നമ്മൾ തെറ്റാതെ സൂക്ഷിക്കുക എന്നാണ്. വീഴാതെ വണ്ണം നമ്മളെ അന്ത്യത്തോളം നിർത്തുന്നവനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളായിരിക്കണം. നമ്മൾ പുറകോട്ട് പോകല്ല. എല്ലാ മാസവും പുതിയ ഫലങ്ങൾ കഴിക്കും. ബഥേലിൽ അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്ന വിഷയം എടുക്കുകയും അതിനെക്കുറിച്ച് പഠിപ്പിച്ചു തുടങ്ങുകയും ചെയ്തപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടായെങ്കിലും അന്ന് നേരെ നിന്നതിൽ ഒരാളാണ് KP യോഹന്നാൻ. എന്നോട് പറഞ്ഞു, സാറേ നിങ്ങളിതൊരു പുസ്തകമാക്കണം, നിങ്ങളിത് പബ്ലിഷ് ചെയ്യണം. കാര്യം വലിയവരെന്ന് പറയുന്ന പലർക്കും ഇത് ഗ്രഹിക്കാൻ കഴിയാതെ വണ്ണം അവരുടെ കണ്ണു കുരുടായിപ്പോയെങ്കിലും ദൈവം സ്നേഹിക്കുന്ന ഒരു ജനവിഭാഗം കേരളത്തിലുണ്ട്. അവരുടെ കണ്ണു തുറക്കട്ടെ, ഇത് എഴുതി പരസ്യപ്പെടുത്തണം. പലതിലും പലരും വീഴാതെ നിർത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മാസവും പുതിയ ഫലം. എനിക്ക് എന്തെങ്കിലും ഒരു പുതിയ ഫലം വേണം. പക്ഷേ ഫലത്തിൻ്റെ പേരിൽ തിരുവചനത്തിൽ ഇല്ലാത്തതാരിത്. മനസ്സിലായോ? മാവേൽ ഒരിക്കലും തേങ്ങ കായ്ക്കത്തില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. ഒരിക്കലും ഒരു തെങ്ങ് മരത്തിൽ ചക്ക കായ്ക്കത്തില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. ഒരു ദൈവ പൈതലാണെങ്കിൽ കായ്ക്കുന്ന കായെല്ലാം, പുതിയ ഫലങ്ങളെല്ലാം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇന്ന് പകൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പുത്തൻ ഫലങ്ങൾ കായ്ക്കാനും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാത്തതിനെ ശപിച്ച് മാറ്റുവാനും ദൈവമക്കൾ തയ്യാറാകട്ടെ. ഇത് ഏറ്റവും പ്രധാന ഭാഗമാകിയാൽ 5 മിനിറ്റ് കൊണ്ട് എടുത്തു നിർത്തട്ടെ. 1, ദൈവവചനത്തിൽ നിന്ന് ഇടത്തോട്ട് മാറല്ല്. 2, ദൈവവചനത്തിൽ നിന്ന് വലത്തോട്ട് മാറല്ല്. 3, ദൈവവചനത്തോട് കൂട്ടരുത്.
4 ദൈവവചനത്തിൽ നിന്ന് കുറയ്ക്കരുത്. 1981 ബെഥേൽ ചർച്ചിലേക്ക് എന്നെ അയക്കുമ്പോൾ 83 ജൂൺ മാസത്തിന്റെ 1-ാം ഞായറാഴ്ച ഞാൻ നിന്നെ ഒരു പുതിയ സഭയിലേക്ക് അയക്കും എന്ന് ദൈവാത്മാവ് പറഞ്ഞപ്പോൾ അന്ന് എന്നോട് പറഞ്ഞ ഒരു ആലോചനയാ, നിന്നെ പുറകോട്ട് വലിക്കുവാൻ പിശാച് ശ്രമിക്കും. ഡോക്ടർ കെ പി യോഹന്നാൻ പറ്റിയ അബദ്ധം, ചില കാരണങ്ങളാൽ ഇടം വലം തിരിഞ്ഞുപോയി. പുറകോട്ടും താൻ പോകേണ്ടതായി വന്നു. താൻ ത്യജിച്ച വിശ്വാസത്തിലേക്ക് തിരികെ പോയി. അത് പുറകോട്ട് പോവുക, അതൊക്കെ തനിക്ക് സംഭവിക്കേണ്ടി വന്ന കാര്യം ഇടം വലം തിരിഞ്ഞു. തൻ്റെ ഭൗതികമായ ആവശ്യങ്ങളും സാഹചര്യങ്ങളും കാരണമാണ് താൻ ഇടം വലം തിരിഞ്ഞത്. ദൈവവചനത്തിൽ നിന്ന് ഇടത്തോട്ട് തിരിയരുത്, വലത്തോട്ട് തിരിയരുത്. സിസ്റ്റർ കോവൂര് അന്ന് എന്നോട് പറഞ്ഞു, നിന്നെ പുറകോട്ട് പിശാച് പിടിക്കും. നീ നിൽക്കാതെ വന്നാൽ, അല്ലെങ്കിൽ നീ പിന്മാറാതെ വന്നാൽ ഓർത്തോണം, മുന്നോട്ട് തള്ളും, മൂക്കുകുത്തി വീഴും. അതാ ഇന്ന് ഓർപ്പിക്കാനുള്ള. പുതിയ ഫലം കായ്ക്കുന്നുവെന്ന പേരിൽ തിരുവചനം അനുവദിക്കാത്ത കാട്ട് മുന്തിരിങ്ങ ഉണ്ടാകരുത്. കാട്ടുമുന്തിരിങ്ങ ഉണ്ടാകരുത്. ഞാൻ പറഞ്ഞു, ഇന്നലെ ഓൾ ദ വേ ഫ്രം വാഷിംഗ്ടൺ DC, തമാശൊന്നും അല്ല, ദൈവം ഒരാളിനെ ഇവിടെ പറഞ്ഞയച്ചു. ജോർജ് ബ്രദർ ഒരു ഗ്ലാൻസ് അദ്ദേഹത്തെ കണ്ടു, സുനിലും ഒരു ഗ്ലാൻസ് കണ്ടു. നിനക്ക് നേരത്തെ അറിയായിരുന്നു? എനിക്കറിയാവുന്നയാളാ. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. മുന്നോട്ട് പോകുന്നത് സൂക്ഷിച്ചായിരിക്കട്ടെ, പ്രത്യേകിച്ച് ബാംഗ്ലൂർ പട്ടണത്തിൽ അശുദ്ധമായ അനേക ശക്തികൾ പട്ടണത്തെ ഇളക്കി മറിക്കുമ്പോൾ, ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പട്ടണത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുള്ളതിനാൽ മുൻപോട്ടും പുറകോട്ടും മാറാതെ തള്ളി മുൻപിലേക്കിടാതെ കർത്താവ് നമ്മെ സൂക്ഷിക്കുവാൻ തൃക്കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൊവേബ്സ് 30:5-6 ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാണ്, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച. അവന്റെ വചനങ്ങളോട് നീ കൂട്ടരുത്, അവൻ എന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകരുത്, അവന്റെ വചനങ്ങളിൽ നിന്ന് നീ ഒന്നും കുറയ്ക്കരുത്. ഞാൻ ആ ഭാഗമൊക്കെ വിടുക. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ദയവായി ഒരാൾ വായിച്ചാലും. ആവർത്തന പുസ്തകം 4-ന്റെ 2-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നതിന്റെ സമ്മറിയാണത്. എന്തെങ്കിലും ഒന്ന് കണ്ടാൽ ദൈവവചനത്തിൽ അങ്ങനെ ആണോ എന്ന് ശോധന ചെയ്യുകയും ആണ് എന്ന് ബോധ്യപ്പെട്ടാൽ 100% പുതുഫലമായി അംഗീകരിക്കുകയും വേണം. പെന്തക്കോസ് വരുന്നതിന് മുൻപേ അന്യഭാഷ പുതിയ ഫലമായിരുന്നു. അത് ഒരുപാട് പേര് എതിർത്തു നിന്നു. രോഗശാന്തികൾ നടക്കുന്നതിന് മുന്നമേ അത് പുതിയ ഫലമായിരുന്നു. അനേകർ എതിർത്തു നിന്നു. പക്ഷെ ഇതെല്ലാം ദൈവവചനത്തിൽ ഉള്ളതിനാൽ ഞാൻ നിങ്ങളും അംഗീകരിക്കുന്നു. ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. ആവർത്തനം 12:1 മുതൽ 4 വരെ ഞാൻ മുഴുവൻ പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ വാഗൊണ്ട് വായിക്കാതെ വേറൊരാൾ വായിച്ച് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തോളാം. ആവർത്തനം 12:1 മുതൽ 4 വരെ. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളെല്ലാം പ്രമാണിച്ച് നടക്കേണ്ടുന്ന ചട്ടങ്ങളും വിധികളും ആവിത്. നിങ്ങൾ ദേശം കൈവശമാക്കുവാൻ പോകുന്ന ജാതികൾ ഉയർന്ന പർവ്വതങ്ങളിന്മേലും കുന്നുകളിന്മേലും എല്ലാ പച്ചമരത്തിൻ കീഴിലും തങ്ങളുടെ ദേവന്മാരെ സേവിച്ച സ്ഥലങ്ങളൊക്കെയും നിങ്ങൾ അശേഷം നശിപ്പിക്കണം. നിൽക്കട്ടെ. ഈ വാക്യം എവിടെയാണ്? നിങ്ങളുടെ ഇടയിലൂടെ പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ ചെന്ന് സേവിക്കുക എന്ന് 2-3 വാക്യമാണത്. ഏത് അധ്യായത്തിലാണ്? നിങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞും കൊണ്ട് ഒരടയാളം ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നൊക്കെ പ്രമാണിച്ച് നടപ്പീൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കരുത്. റെഫറൻസ് എന്തോ അതിന്റെ? 13:2. 13. ഐ എം സോറി, ഞാൻ 12 എന്ന് പറഞ്ഞു, തെറ്റിപ്പോയി. ഐ എം സോറി. 13. എന്റെ കണ്ണിന്റെ കാഴ്ച ദയവായിട്ട് അതിന്റെ അലവൻസ് എനിക്ക് തരണം. 13 വായിച്ചു. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഒരടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ സ്വപ്നക്കാരന്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. കേട്ടോണേ. ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് ഒരത്ഭുതമോ ഒരടയാളമോ നിങ്ങളോട് മുൻ പറഞ്ഞ് ആ അത്ഭുതമോ അടയാളമോ സംഭവിച്ചാൽ
ദൈവവചനത്തിൽ നിന്ന് വ്യത്യസ്തമാകയാൽ ആ പ്രവാചകന്റെ അടുക്കൽ പോകരുത്. പോകരുത്. കാരണം വായിച്ചു, നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്നറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു. എന്റെയും നിങ്ങളുടെയും മുൻപിൽ ദൈവം വെക്കുന്ന പരീക്ഷകളുടെ ഭാഗമാണ്. അതിനകത്ത് വശം വതരാകരുത്. ഈ ദിവസങ്ങളിൽ പലതും കണ്ടെന്നിരിക്കും. തിരുവചനത്തിൽ അങ്ങനെയോ എന്ന് ശോധന ചെയ്യാം. ഞാൻ ഒരു പദം ഗൗരവമായി എടുത്ത് പറയാൻ പോകുകയാണ്. ഇതുപോലൊരു പൊതുസ്ഥലത്ത് അത് പറയേണ്ടതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 1% റിസ്ക് സഭ എടുക്കാതിരിക്കേണ്ടതിന്, എൻ്റെ തലയിൽ നിന്ന് ആ ഭാരം മാറേണ്ടതിന് ഞാനിത് വിളിച്ചു പറയാൻ പോവാം. ഇന്നലെ എന്നെ കാണാൻ വന്ന ആ വ്യക്തിത്വം എന്നോട് ഇങ്ങനെ പറഞ്ഞു, അഭിഷേകത്തിന് വില കൊടുത്താൽ കിട്ടുമെന്നൊരു കാലമായി ഇന്ന്. വില കൊടുക്കുന്നവരെ തെറ്റിദ്ധരിക്കരുത്. ഏറ്റവും ശ്രേഷ്ഠന്മാരെന്ന് ഇന്ന് ലോകം വിധി എഴുതി അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും കാണിക്കുന്ന, മിറക്കിൾ മണി മുതൽ പല അടയാളങ്ങളും ചെയ്തു തരുന്ന ഒരാൾ അദ്ദേഹത്തെ വിളിച്ച് വ്യക്തിപരമായി സംസാരിച്ച കാര്യമാണ്. ഈ ആത്മാവിൻ്റെ വ്യാപാരം ഉണ്ടാകരുതെന്നുള്ളതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ലൂസിഫറിനെ കുറിച്ച് ബൈബിൾ വിശദീകരിക്കുമ്പോൾ നീ ദാനിയേലിനേക്കാൾ അറിവുള്ളവനാണ്. ലൂസിഫറിനെ കുറിച്ച് എസെക്കിയേൽ പ്രവചനത്തിൽ പറയുന്നത്, നീ ദാനിയേലിനേക്കാൾ അറിവുള്ളവനാണ്, നീ കോമളനാണ്, നീ നല്ലവനാണ്. ഒരുപാട് നന്മകൾ ലൂസിഫറിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം നമുക്കും താല്പര്യമുള്ളതല്ലയോ? കണ്ട നന്നായിരിക്കണമെന്ന് തോന്നാത്ത ആരാ? സ്മാർട്ട് ആയിരിക്കണമെന്ന് തോന്നാത്ത ആരാ? ലൂസിഫറിനുള്ള ഗുണങ്ങൾ അതൊക്കെയാ. പക്ഷെ അവനുള്ള ഒരു പ്രധാന അഡ്വാൻറ്റേജ്, അവൻ്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം കൊണ്ട് അവൻ പണമുണ്ടാക്കി. നമ്മളും ക്രിസ്തീയ മണ്ഡലത്തിൽ വ്യാപാരം ചെയ്താൽ ധനവാന്മാരാകും. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വരുന്നവൻ്റെ ഇന്ന് കാശ് ഇസ്ക്കണം. ഇസ്ക് എന്നുള്ളത് എൻ്റെ ലാംഗ്വേജാണ്, തനി മലയാളം. $5000 പ്രാർത്ഥന, $2000 പ്രാർത്ഥന, ഞാൻ ഇന്ത്യൻ കറൻസിയിലോട്ട് മാറട്ടെ, $100 പ്രാർത്ഥന, $500 പ്രാർത്ഥന. ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്താൽ നമ്മളും ലൂസിഫറിനെ പോലെ വളരും. ലൂസിഫർ വെറും മണ്ടനാന്ന് തെറ്റിദ്ധരിക്കരുത്. അവൻ ദാനിയേലിനേക്കാൾ വിവരമുള്ളവനാ. ഒരു ഏറിയ വിടട്ടെ, മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാ. രണ്ടാമതൊരു ഏറിയയിലോട്ട് പോകുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു പരസ്യസ്ഥലത്ത് നിന്ന് പറയാൻ എനിക്ക് പ്രയാസമാണ്. പക്ഷെ 78 വയസ്സിൽ എൻ്റെ മക്കളും കൊച്ചുമക്കളും ഭാര്യയും ഇരിക്കുന്ന സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയുന്നതായോണ്ടങ്ങ് ക്ഷമിക്കുക. അല്ലെ, അത് മനസ്സിലാക്കാൻ വേറെ മാർഗമില്ല. അന്യ സ്ത്രീകളോടോ അന്യ പുരുഷന്മാരോടോ ബന്ധപ്പെട്ടതുകൊണ്ട് നിന്റെ നിത്യത നഷ്ടപ്പെടത്തില്ല. പഠിപ്പീരാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഒത്തിരി പേർക്ക് ഇതിന്റെ പുറകെ പോകണമെന്ന് താല്പര്യം തോന്നും. അന്യ സ്ത്രീകളോടോ അന്യ പുരുഷന്മാരോടോ ബന്ധപ്പെട്ടത് കൊണ്ട് നിന്റെ നിത്യത നഷ്ടമാകത്തില്ല. നിനക്ക് നഷ്ടമാകുന്നത് നിന്റെ അഭിഷേകം മാത്രമാ. ഉദാഹരണം ശിംശോനാണ്. ശിംശോൻ അരുതാത്ത പെൺകുട്ടികളുമായി ഇടപെട്ടു. അവന്റെ അഭിഷേകമാണ് നഷ്ടമായത്, നിത്യതയല്ല. അതുപോലെ നിന്റെ അഭിഷേകം മാത്രമേ നഷ്ടമാകത്തുള്ളൂ. അഭിഷേകത്തെക്കുറിച്ച് നീ വിഷമിക്കുകയും വേണ്ട. $2000 തന്നാൽ മതി, ഞാൻ കൈ അങ്ങോട്ട് വെക്കാം, അഭിഷേകം തിരിച്ചു വരും. ഒത്തല്ലോ എന്ന് പറഞ്ഞാൽ $2000 എനിക്ക് തരാൻ തയ്യാറുള്ളവൻ വ്യഭിചരിക്കാൻ പോയിക്കോടാ, തകരാറില്ലെന്ന്. ഉപദേശം മാറി മാറി പോകുന്ന പോക്കോർത്തോണം. ഇത് മാസം തോറും പുതിയ ഫലം. ഇത് പറയാനാണ് ഓൾ ദ വേ വാഷിംഗ്ടൺ DC എന്നൊരാളിനെ ദൈവം എവിടെ വിട്ടത്. ഇറ്റ്സ് നോ ജോക്ക്, ഇറ്റ്സ് നോ ജോക്ക്. ഒരു വിഭാഗം തെറ്റിപ്പോകാതിരിക്കുവാൻ ഇന്ന് ദൈവസന്നിധിയിൽ ഇത് പരസ്യമായി വിളിച്ചു പറയുവാൻ ഞാൻ അദ്ദേഹത്തെ ഇന്നിവിടെ പ്രസംഗിക്കാൻ വിളിച്ചില്ല. വിളിച്ചാൽ വന്നേനെ, എൻ്റെ തോന്നലാ, വിളിച്ചാൽ വന്നേനെ. പക്ഷെ ഞാൻ വിളിക്കാഞ്ഞതിൻ്റെ കാര്യം അടുത്ത 4-5 ആഴ്ച ഞാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഈ ആഴ്ചത്തെ മെസ്സേജ് ഞാൻ തന്നെ കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചേനെ. ഇന്നു പകൽ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഓരോ മാസവും പുതിയ ഫലം കായ്ക്കുന്ന ജീവവൃക്ഷത്തിന്റെ അരികിൽ നിൽക്കുന്ന വൃക്ഷങ്ങളായി ഞാനും നിങ്ങൾ മാറിയേ മതിയാകൂ. പക്ഷേ ആ ഫലങ്ങൾ ജീവവൃക്ഷത്തിന്റെ അരികിൽ നിൽക്കുന്ന വൃക്ഷങ്ങളിൽ നിന്ന് വരുന്ന ഫലങ്ങളെ ഉള്ളൂ. തിന്നാൻ കൊള്ളാവുന്നതും ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്ന ഇലയുള്ളതുമായ വൃക്ഷം കാഞ്ഞിരം കൊണ്ട് കാണിച്ചേച്ച് പറിച്ചു തിന്നോന്ന് ഒരിക്കലും ദൈവം പറയത്തില്ല. ആപ്പിള് കാണിച്ചേച്ച് പറിച്ചു തിന്നോളാം ദൈവം പറയത്തുള്ളൂ, മറക്കരുത്.
കൊള്ളുകയില്ലാത്ത ഒന്നിനെ, തിരുവചനത്തിൽ ഇല്ലാത്ത ഒന്നിനെ ദൈവം ഒരിക്കലും കാണിച്ചു തരത്തില്ല. ദയവായി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൻ അഭിഷേകം പ്രാപിച്ചതുപോലെ മോനും അഭിഷേകം പ്രാപിക്കണം. അഹരോനെ അഭിഷേകം ചെയ്തതുപോലെ അവന്റെ പുത്രന്മാരെയും അഭിഷേകം ചെയ്യണം. അടുത്തത്, അന്യ അഗ്നി ദൈവസന്നിധിയിൽ കത്തിക്കരുത്. ഞാൻ അങ്ങോട്ട് പോകുന്നേ ഇല്ല, ഇന്ന് പതിലേന്ന് എനിക്ക് പോകാൻ ഒക്കത്തില്ല. അന്യ അഗ്നി ദൈവസന്നിധിയിൽ കത്തിക്കരുത്. ദൈവം അഭിഷേകം ചെയ്ത പുരുഷന്മാർ, പുരോഹിതന്മാർ ദൈവം തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യ അഗ്നി ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് കത്തിച്ചത് കൊണ്ട് അവരുടെ മേൽ തീ ഇറങ്ങി ദൈവം അവരെ ദഹിപ്പിക്കേണ്ടതായി വന്നു. ദൈവം ഏൽപ്പിക്കാത്ത യാതൊന്നും കയ്യിൽ നിന്നിട്ട് പറയല്ല്. ദൈവം അരുളി ചെയ്താത്ത ഒരു വാചകം അരുളി ചെയ്തു എന്ന് പറയരുത്. ദൈവം ഏൽപ്പിക്കാത്ത ഒരു കാര്യം ചെയ്യരുത്, പറയരുത്. ആരാധനയിൽ ദൈവസാന്നിധ്യം ഇല്ലാത്തതൊന്നും പാടില്ല. ആരാധനയിൽ ദൈവം കത്തിക്കാത്ത തീയൊന്നും കത്തരുത്. അന്യാഗ്നി ദൈവസന്നിധിയിൽ വരരുത്. എനിക്ക് തോന്നുന്നത് എന്നെ ഏൽപ്പിച്ച പ്രധാനപ്പെട്ട പോയിന്റ്സ് മുഴുവനും ഇന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങോട്ട് വരുന്ന വഴിയിൽ എന്നെ ഏൽപ്പിച്ചത് ഞാൻ പറഞ്ഞു. എനിക്ക് കിടപ്പുണ്ട്, ഞാൻ പ്രിപ്പയർ ചെയ്ത് ഒരുപാട് കിടപ്പുണ്ട്. അങ്ങോട്ട് വന്ന് എനിക്ക് നേരമില്ല. ഈ ലഭിച്ച ആലോചനയ്ക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഈ ആലോചന ഈ സാഹചര്യത്തിൽ എൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടും. ഞാൻ ഇതിനെ അനുസരിച്ച് ജീവിക്കും. എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് പറയുവാൻ ഇന്ന് പകൽ തയ്യാറുള്ളവർ ദയവായി ഒന്ന് എഴുന്നേറ്റാലും നാം ഒരുമിച്ച് നമ്മെ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാ. ഇന്ന് കേട്ട ആലോചന ഞാൻ അംഗീകരിച്ചു. ആലോചന ദൈവികമാകയാൽ ഞാനത് ഏറ്റെടുക്കുന്നു. ദൈവവചനം കൊണ്ട് ശോധന ചെയ്യാത്തതൊന്നും ഞാൻ അംഗീകരിക്കയില്ല. ഇവിടെ ദൈവവചനത്തിന്റെ ഗൗരവത്തിൽ പോകാൻ എനിക്ക് അറിയാൻ വയ്യ. കർത്താവെ എന്ത് വേണമെന്ന് ചോദിക്കുന്നവരോട് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ച ഒരു വാക്യമാണ്, നിങ്ങളെ നടത്തുന്നവരെ ഓർത്ത് അവർക്ക് കീഴടങ്ങിയിരിപ്പീൻ. കഴിഞ്ഞ 66 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് ദൈവസഭയുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ചുറ്റുവട്ടത്ത് പാർക്കുന്നവരുടെ നടുവിലും കഴിഞ്ഞ 40-ലധികം വർഷങ്ങൾ ശുശ്രൂഷിച്ചു വരുന്ന എൻ്റെ സഭയുടെ മുൻപിൽ നിന്നുകൊണ്ട് 100% ആത്മാർത്ഥതയോടെ ഇത് പറയാം, നിങ്ങളെ നടത്തുന്നവരെ ഓർത്ത് അവർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അനാവശ്യമായത് വരാതെ സ്വർഗത്തിലെ ദൈവം പരിപാലിക്കും. ദുഷ്ടവ്യാപാര ശക്തികൾ സഭയ്ക്കകത്തുനിന്ന് പുറത്തു പോകുവാൻ, അതിപരിധിക്കകത്ത് പ്രവേശിക്കാതിരിക്കുവാൻ, ഞാൻ ഇവന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് പറയുവാൻ, ഇന്നു പകൽ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുന്നവരാണ് നിൽക്കുന്നത്. കർത്താവേ, ഞാൻ ഈ ജനത്തെ തിരുനാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. അന്യാഗ്നി ദൈവസന്നിധിയിൽ കത്താതെ ഇരിക്കുവാൻ, അരുതാത്തതൊന്നും ഇവിടെ ചെയ്യാതിരിക്കുവാൻ, തൃക്കരങ്ങളിൽ ഞങ്ങൾക്കുള്ളതിനെ ഞങ്ങളെ ഏൽപ്പിച്ച് തിരുനാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കേണ്ടവരെ അനുഗ്രഹിക്കുന്നു. ചിലതിന്റെ ശാപക്കെട്ടുകൾ പൊട്ടേണ്ടവരുന്നതിനകത്തുണ്ട്, അതൊന്ന് പൊട്ടിക്കിട്ടണമേ. ദുരുപദേശത്തിലേക്ക് പോകാതെ വണ്ണം അങ്ങയുടെ ജനത്തെ അങ്ങ് മറച്ചു പരിപാലിക്കണമേ. കർത്താവേ, ദൈവത്താൽ മാനിക്കപ്പെടുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അങ്ങയുടെ ദാസൻ എന്ന പദവിയിൽ നിന്നുകൊണ്ട് അടുത്ത ചില ദിവസങ്ങളിൽ ജനത്തോടുകൂടെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ യേശുവിന്റെ നാമത്തില്, എന്റെ പിതാവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, പരിശുദ്ധാത്മാവിന്റെ നാമത്തില് സഭയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ അനുഗ്രഹം അവരുടെ മേൽ വസിക്കട്ടെ. മഹത്വം അങ്ങെടുക്കണേ. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.